ജീവിതത്തിന് മേൽ ഒരു ദൈവാനുഗ്രഹം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ if you want God's blessing in your life, ഏകരായ വിശ്വാസ ജീവിതത്തിൽ വന്നവർ and maybe you just believe in God alone, അവരുടെ കുടുംബത്തെ നേടുവാൻ അവർക്ക് കഴിയണമെങ്കിൽ, if you are not able to earn your own family, വിശ്വാസ ജീവിതത്തിൽ വന്നവർ and you just believe അവർ in God, പിന്മാറ്റത്തിൽ പോകാതിരിക്കണമെങ്കിൽ, and yet we don't want you to backslide, ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് and when deceiving നിങ്ങൾ things ദൈവത്തെ happening, സേവിക്കുന്നവരാകരുത്. and you don't have to do that. നിങ്ങളുടെ നാവിനെ നിങ്ങൾ കടിഞ്ഞാണിടണം. You will have to control your നിങ്ങളുടെ tongue. നാവിനെ നിങ്ങൾ സ്വയമായി നിയന്ത്രിക്കുന്നവരായി മാറിയാൽ You will have to channelize your tongue. താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന് നിങ്ങളെ ഉയർത്തുവാനുണ്ട്. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പോകുന്നത് നാവിൽ നിന്ന് പുറപ്പെടുന്ന, നമ്മുടെ ഓരോരുത്തരുടെയും നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാപം എന്നൊരാശയത്തെക്കുറിച്ചായിരിക്കും. Today I'm going to talk to you about the curse that can be caused by your own tongue. നമ്മുടെ നാവ് കൊണ്ട് തന്നെ നമ്മുടെ മേൽ വരുന്ന എല്ലാ ശാപത്തിൽ നിന്നും, ശാപത്തിൻ്റെ ക്ഷണക്കത്തുകൾക്കകത്തു നിന്നും നാം എല്ലാവരും സ്വതന്ത്രരാകണം. The curse that you have been invited to yourself by your own tongue, we need to deliver ourselves from it. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം പറയുന്നു, ഈ ലോകവും അതിലുള്ളതൊക്കെയും ദൈവം സൃഷ്ടിച്ചത് തന്റെ വാക്കിനാലാണ്. God has created everything that we see around us by his own words. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്, the way that God created man, ഉൽപ്പത്തി പുസ്തകം 1:27 അനുസരിച്ച് in Genesis chapter 1 verse 27, തന്റെ സ്വരൂപത്തിലാണ്, according to his own image. മറ്റൊരു ട്രാൻസ്ലേഷനിൽ ഞാൻ പരിശോധിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, when I was reading another translation, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളങ്ങളെ, ഉൾഭാഗങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്റെ സ്വരൂപത്തിലാണ്. we can also consider that our inner organs, our inner being is also created according to his own image. ചില ആഴ്ചകൾക്ക് മുൻപ് ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായ ക്ലാസ് എടുത്തിരുന്നു. പുറമേയുള്ള ഈ മനുഷ്യനിലല്ല വീണ്ടും ജനനത്തിലൂടെ സംഭവിച്ചത്, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള മനുഷ്യനിന്മേലാണ് വീണ്ടും ജനനം നടന്നിരിക്കുന്നത്. So the born again experience was not just happening physically, but it was happening internally inside our spiritual being. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞു പോയി. Therefore, if someone is in Christ, he is born again and all the old has been gone. ഉൽപ്പത്തി 1:27 അനുസരിച്ച് തന്റെ സ്വരൂപത്തിലാണ് നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചത്. So according to Genesis 1:27, we can see he has been created as in his own image. സദൃശവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജീവനും മരണവും നമ്മുടെ നാവിന്മേൽ ഇരിക്കുന്നു. In the book of Proverbs, it clearly says the life and death are on the tip of your tongue. മർക്കോസിന്റെ സുവിശേഷം 11:23 പറയുന്നു, ഒരുവൻ ഹൃദയത്തിൽ വിശ്വസിച്ച്, in Mark chapter 11 says, if someone is going to believe in the heart, ഈ മലയോട് മാറി സമുദ്രത്തിൽ ചെന്ന് വീഴാൻ പറഞ്ഞാൽ, and if you command the mountain to move away, അതങ്ങനെ സംഭവിക്കുമെന്ന്. it would happen so. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിന്മേൽ ക്രിയാത്മകമായി സൃഷ്ടിക്കുവാനുള്ള അധികാരത്തോടു കൂടെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. So that means that God has given you the authority on your tongue, which you are able to create creations എല്ലാവരും around you. ശ്രദ്ധിച്ചും മനസ്സിലാക്കണം, നമ്മുടെ നാവിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിൽ നാം സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മുടെ നാവിനെ ക്രിയാത്മകമായി സൃഷ്ടിപ്പുകളെ വരുത്തുവാൻ, കൊണ്ടുവരുവാൻ പാകത്തിനാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. To bring in creativity from us, God has given the ability on our tongue. നാം എന്തു പറഞ്ഞാലും അത് സംഭവിക്കത്തക്ക വിധത്തിൽ, സ്തോത്രം, നമ്മെ അത്ര ക്രിയാത്മകമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. He has given us the ability to create things, and that is how we have been made. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ നാവിന്മേലാണ് ഇരിക്കുന്നത്. So where do we have all our blessings? Our blessings are kept on our tongue. എത്രപേർ വിശ്വസിക്കുന്നുണ്ട്? How many of you are believing എൻ്റെ it? മേൽ, എൻ്റെ വീട്ടിൽ അനുഗ്രഹം വരുന്നില്ല, എൻ്റെ മക്കളുടെ മേൽ അനുഗ്രഹം വരുന്നില്ല എന്ന് ഇതിനകത്ത് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ, മനസ്സിലാക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ നാവിനെ നിങ്ങൾ നിയന്ത്രിക്കാൻ എന്ന് തുടങ്ങുന്നു, അന്ന് മുതൽ നിങ്ങളുടെ വീട്ടിൽ അനുഗ്രഹം വരുവാൻ തുടങ്ങും.
Now, if you complain yourself saying that I'm not still able to be blessed, then you'll have to check how are you using your tongue. ആവർത്തന പുസ്തകം 28 ഒരുപാട് ആവർത്തിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. പക്ഷേ ഇന്നത്തെ ഈ ദൈവാലോചനയ്ക്ക് വേണ്ടി ആ വേദഭാഗം ഒന്നും കൂടി ആവർത്തിച്ചുകൊള്ളട്ടെ, എടുത്തു വായിക്കേണ്ടതില്ല. ഈ ഇസ്രായേൽ ജനത്തിന് ദൈവം അവരെ അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റ് നമുക്കറിയാം. ആവർത്തന പുസ്തകം 28 അധ്യായം 1 മുതൽ അതിൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ, മലയാളം ബൈബിൾ 14 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ ലിസ്റ്റ് കിടപ്പുണ്ട്. We could see in the book of Deuteronomy that the many things have been listed about how you can stay blessed. ആ ലിസ്റ്റിനകത്ത് കർത്താവ് ഇസ്രായേൽ ജനത്തെ നോക്കി എടുത്തു പറയുന്ന ഒരു ആശയമുണ്ട്. നിങ്ങൾ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. God tells to the people of Israel that you will never be let down, but you will be turning victorious. ദൈവത്തിന്റെ സൃഷ്ടിപ്പിനകത്ത് താഴ്ചയല്ല, ഉയർച്ചയെ ദൈവം മറച്ചു വെച്ചിരിക്കുന്നു. God has kept everything to be exalted in his creation. ആ ഉയർച്ച പ്രാപിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചത്. And in order to get into that place is why God has made us to be born again. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാത്തിടത്തോളം ഈ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ കയറി വരത്തില്ല. Until I know how to manipulate my tongue, I can't expect blessing. ഒരുപാട് പേരുടെ വീട്ടിൽ കയറി വരുന്ന അനുഗ്രഹത്തെ അവരുടെ നാവ് നിമിത്തം ആ അനുഗ്രഹം ആ വീടുകളിൽ വേരുപിടിക്കാറില്ല. Just because of someone says something else, the blessing is not able to be reached in their home. നാവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ഇച്ചിരി പാടുള്ള വിഷയമാ. Even though it is difficult to talk about tongue. അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് നാവിനെ പരിശുദ്ധാത്മാവ് ശരിയാക്കുമെന്ന് പറയുന്ന നാവിനെ മുറിച്ചു കളയുന്നതല്ല. ദൈവവചന പ്രകാരം നാവിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം വീട്ടിൽ പോവുക. Today Holy Spirit is going to teach you about how you can direct your tongue in the right way. അപ്പോൾ നാവിനെ നിയന്ത്രിക്കാത്തിടത്തോളം കാലം അനുഗ്രഹം നമ്മിൽ വസിക്കത്തില്ല. Until I know how to manipulate it, I can't expect blessing. നാവിനെ നിയന്ത്രിക്കാൻ നാം തുടങ്ങിയാൽ, but if I know how to control it, പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. and we have an importance of Indian culture here. മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവമാണ്, ഒരാൾ അടുത്തില്ലെങ്കിൽ അയാളെ പാമ്പിനെ പോലെ ഉപദ്രവിക്കും. And this is how the human nature is. We try to gossip about people in their absence. അയാൾ അറിയാത്തതുമായ കാര്യങ്ങൾ അയാളെ കുറിച്ച് പറയും. Now we sometimes backbite about them. പക്ഷെ അയാളെ കാണുമ്പോൾ അയാളെക്കുറിച്ച് അവൻ അങ്ങനെ പറഞ്ഞു എന്ന് തോന്നുന്ന വിധത്തിൽ പോലുമല്ല ഭയങ്കര സ്നേഹത്തോടെ പെരുമാറും. But when the person is right in front of you, you never show off all that. ഇതിനെയാണ് പത്രോസ് വിളിച്ചത് വ്യാജഭാവം. And this is what he says, that you have to be staying away from ഈ the gossip. ഭാവത്തോടെ നാം ജീവിച്ചാൽ ദൈവത്തിന് നമ്മെ അനുഗ്രഹിപ്പാൻ കഴിയത്തില്ല. Now if I'm going to be having all this sin with me, God can't bless me. അപ്പോൾ പാമ്പിനെ പോലെ മറഞ്ഞിരുന്ന്, something which has been creepy like a serpent, ഇരുട്ടിനെ പോലെ മറഞ്ഞിരുന്ന്, like darkness which has been kept hidden, ഈ നാവ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തിടത്തോളം കാലം, until and unless you know to control your tongue, അനുഗ്രഹം അനുഭവിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. you may not be able to experience blessing. എന്നാൽ ഇന്ന് പകൽ ഈ വചനം നിങ്ങളെ ശുദ്ധീകരിക്കും. But this word is going to cleanse ഈ you. വചനം നിങ്ങളെ സ്വതന്ത്രമാക്കും. This word is going to set you free. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്ത വിധത്തിൽ സൂപ്പർ നാച്ചുറലായ ദൈവപ്രവൃത്തികളെ നിങ്ങളുടെ മേൽ കൊണ്ടുവരും. This scripture is going to bring in the supernatural encounters on you. ഒരു വാക്യം വായിച്ചു തുടങ്ങാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. നിങ്ങളുടെ ഭക്തി വ്യർത്ഥമാക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് യാക്കോബ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. In James chapter 1 verse 26 we could clearly see how much evident are you going to be about religious beliefs. പള്ളിയിൽ വരുന്ന എല്ലാവരും ഭക്തരാണല്ലോ. And the people who are following Jesus were all having ഭക്തി ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ വരുന്നത്. And since we have religious belief, that എന്നാൽ വചനം പറയുന്നു, and the scripture says, നിങ്ങളിൽ ഒരുവൻ, and if anyone among you തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവനായി, if there is someone who cannot just manipulate his tongue, അവൻ ജീവിക്കുന്ന വ്യക്തിയെങ്കിൽ, and if he is going to go on like that, തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് തന്റെ നാവിനെ ദൈവത്തെ സേവിക്കുന്ന ഒരു മനുഷ്യൻ, the person who serves God, അവൻ അനുഗ്രഹം അവന്റെ വീട്ടിൽ കയറി വരണമെങ്കിൽ, if you want the blessing to be in your അവൻ home, അവന്റെ നാവിനെ കടിഞ്ഞാണിടാതിരിക്കുന്നുവെങ്കിൽ, and if he doesn't bridle his tongue, അവനെ തന്നെ വഞ്ചിക്കുകയാ and he is deceiving himself. എന്ന് യാക്കോബ് ലേഖനം എഴുതുമ്പോൾ യാക്കോബ് പറയുകയാ.
And that is what James says in his book. യാക്കോബ് യേശുവിനെ അറിയാത്തവർക്ക് എഴുതിയ ലേഖനമല്ലിത്. He did not write it to യാക്കോബ് unbelievers. ലേഖനം എഴുതുന്നത് സഭയ്ക്ക് വേണ്ടിയാണ്. He's writing it to the church. യേശുവിനെ അറിഞ്ഞവർക്ക് വേണ്ടിയാണ്. He's talking to people യേശു who knew Jesus, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. who believe Jesus. അതുകൊണ്ട് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും And so among all of you sitting here, ദൈവത്തിന് പറയുവാനുള്ളത്, what God wants to say is, നമ്മുടെ നാവിനെ നാം കടിഞ്ഞാണിടണം. you will have to bridle your tongue. കുതിരയെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്നത് പോലെ Just like how a horse is being controlled. നിന്റെ Hallelujah. ജീവിതത്തിന് മേൽ ഒരു ദൈവാനുഗ്രഹം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ, If you want God's blessing in your life, ഏകരായ വിശ്വാസ ജീവിതത്തിൽ വന്നവർ and maybe you just believed in God അവരുടെ alone, കുടുംബത്തെ നേടുവാൻ അവർക്ക് കഴിയണമെങ്കിൽ, if you're not able to earn your own family, വിശ്വാസ ജീവിതത്തിൽ വന്നവർ and you just believe in അവർ God, പിന്മാറ്റത്തിൽ പോകാതിരിക്കണമെങ്കിൽ, and yet we don't want you to backslide, ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് and when deceiving നിങ്ങൾ things ദൈവത്തെ happening, സേവിക്കുന്നവരാകരുത്. and you don't have to do that. നിങ്ങളുടെ നാവിനെ നിങ്ങൾ കടിഞ്ഞാണിടണം. You will have to control your നിങ്ങളുടെ tongue. നാവിനെ നിങ്ങൾ സ്വയമായി നിയന്ത്രിക്കുന്നവരായി മാറിയാൽ You will have to channelize your tongue. താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന് നിങ്ങളെ ഉയർത്തുവാനുണ്ട്. God would constantly exalt you in no matter what ദൈവം way it is. എന്തുമാത്രം സ്വപ്നത്തോടു കൂടിയാണ് ഒരു കുടുംബത്തെ വിളിച്ച് പുറത്തിറക്കുന്നത്. God has lots of dreams when ഓ He wants a മദ്യപാനത്തിൽ family, കിടന്ന കുടുംബങ്ങൾ, families which has been into കുടുംബ addictions, തകർച്ചയിൽ കിടന്ന കുടുംബങ്ങൾ, families which has been മുന്നോട്ട് into പോകാൻ destruction. വഴികളില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ യേശുവിനെ അറിഞ്ഞത്. And at that point of time when you're ആ struggling with ദൈവത്തിന് God, നിങ്ങളെ കുറിച്ച് വലിയ സ്വപ്നമുണ്ടായിരുന്നു. and God has a greater dream for you, ആ സ്വപ്നത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ വളരാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം and based on the dream why you still stuck, യാക്കോബ് പറയുന്നു, James gives us the answer. നിങ്ങളുടെ നാവിനെ നിങ്ങൾ നിയന്ത്രിക്കണം. You will have to know to നിങ്ങളൊരു channelize your tongue. ശുശ്രൂഷകനാകാം, You might be a pastor, നിങ്ങളൊരു സെൽ ലീഡർ ആകാം, you might be a leader, നിങ്ങൾക്ക് 15 വർഷത്തെ പാരമ്പര്യം പറയാനുണ്ടാകാം. you may be having lots of good വാട്ടവർ നിങ്ങൾ background, ആര് തന്നെ ആയിക്കൊള്ളട്ടെ, it doesn't matter. പരിശുദ്ധാത്മാവം ദൈവത്തിന് But according to Holy ഇന്ന് Spirit, പകൽ സഭയോട് ആലോചന പറയുവാനുള്ളത്, He says to us in the church, നിങ്ങൾ നിങ്ങളുടെ നാവിനെ സ്വയമായി നിയന്ത്രിക്കുന്നവരായി മാറണം. you will have to guide your tongue in the right way. ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ജയാളികളാകണോ? If you want to be victorious in Christian life, പലതിനെയും സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ കൈവിട്ട് പോകുന്നതിന് കാര്യമെന്നറിയാമോ? most of the time things go out വചനം of പറയുന്നു, control. നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കാൻ കഴിയാത്തവൻ വഞ്ചകൻ എന്നാണ് വചനം പറയുന്നത്. And scripture says if you can't handle your tongue properly, then അവൻ you're deceiving മറ്റാരെയുമല്ല yourself. വഞ്ചിക്കുന്നത്, അവനവനെ തന്നെ വഞ്ചിക്കുന്ന You're വ്യക്തിയായി not deceiving മാറുന്നു. someone else, but rather deceiving yourself. ഒന്ന് പത്രോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദോഷത്തിന് ദോഷവും ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ, ദോഷത്തിന് പകരം നീ ദോഷം ചെയ്യരുത്, In 1 Peter chapter 3 verse ശകാരത്തിന് 9, പകരം. ശകാരവും ഈ ദോഷം എന്ന വാക്കിന്റെ ഗ്രീക്കിലുള്ള യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്, the scripture says not returning evil. And so what does Greek mean about this evil? കുടുക്കിൽ വീഴ്ത്തുക, It is setting a trap. കുരുക്കിലാക്കുക. You're just trying to trap someone. ഇവിടെ വചനം പറയുന്നു, ദോഷത്തിന് ദോഷവും And scripture says returning evil for evil. ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. Do not give insult for insult. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ Now if someone tells something negative about you, അയാളെ കുരുക്കിലാക്കാൻ നിങ്ങൾ നടക്കരുത്. and most of the time we try to set them trap. ഹല്ലേലൂയ. നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കും, നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും ആ വ്യക്തി പറഞ്ഞത്. Maybe they just said something which you have not even thought of. പക്ഷേ ആ വ്യക്തി അങ്ങനെ പറഞ്ഞു എന്ന കാരണത്താൽ Just because someone had said something, നിങ്ങൾ ആ വ്യക്തിയെ കുരുക്കിലാക്കാൻ നടക്കരുത്. you should not look for ways to trap them. കാരണം എന്താ, നിങ്ങൾക്ക് അനുഗ്രഹം അനുഭവിക്കുവാൻ കഴിയത്തില്ല. That is the way that you can't experience blessing. ഹല്ലേലൂയ. ദോഷത്തിന് പകരം നിങ്ങൾ ദോഷം ചെയ്യരുത്. Do not do evil behind an evil. നിങ്ങളെ കുരുക്കിലാക്കിയവരെ നിങ്ങൾ കുരുക്കിലാകരുത്. And just because someone set a trap for you, do not നിങ്ങളെ do the same. കുരുക്കിലാക്കിയവരെ അവരുടെ കുരുക്കിനെ നിങ്ങൾ അഴിക്കുന്നവരായി മാറണം. If someone sets a trap for you, you'll have to set them free out of it. പള്ളി മാറിയത് കൊണ്ട്, Just because you came to a സമുദായം different മാറി place, വേറൊരു സ്ഥലത്ത് വന്ന് or just because you're in a different community, ആയാൽ ഹല്ലേലൂയ, ദൈവം നിന്നിൽ പ്രസാദിക്കത്തില്ല. but God may not be exalted in you. ദോഷത്തിന് പകരം ദോഷവും And if you're going to do evil, ശകാരത്തിന് പകരവും ശകാരവും ചെയ്യാതെ, and if returning insult with an insult, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാണ്. because you were called to enjoy blessing, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. and so you need to be giving ആരെ blessing. അനുഗ്രഹിക്കുന്നവരായിരിക്കണം? And who am I supposed to bless? ശാപമില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ളതിന്റെ തെളിവാണ്
ആമേ, നിന്നെ കുരുക്കിലാക്കിയവരെ, നിന്നെ കുരുക്കിലാക്കുവാൻ ശ്രമിക്കുന്നവരെ നീ കുരുക്കിലാക്കാൻ നടക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നവരാകണം. The evidence that you're staying blessed is a way that you don't do return back evil, but you stay നിങ്ങൾ blessed. അവരെ അനുഗ്രഹിക്കുന്നവരായി മാറുമ്പോൾ, As you turn to bless them, ഹല്ലേലൂയ, നിങ്ങൾ ആമേൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തുടങ്ങും. God is also going to bless you again. അടുത്ത വാക്യം വായിച്ചു. ജീവനെ ആഗ്രഹിക്കുകയും ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ, ശുഭകാലം, നല്ല കാലം. ഒന്ന്, ജീവനെ ആഗ്രഹിക്കുന്നവൻ. You will have to desire life, രണ്ട്, നല്ല കാലം ആഗ്രഹിക്കുന്നവൻ. and you also desire to see good days. ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും ദോഷം ചെയ്യാതെ തന്റെ നാവിനെ, വ്യാജം പറയാതെ വ്യാജം പറയരുത്. And you have to keep your tongue from evil and your lips from speaking നിന്ന deceit. നിപ്പില ചിലർ വ്യാജം പറയുന്നത്. And most of the time people say deceitful ദൈവം things. നിന്നെ വിളിച്ചത് God has called you വ്യാജം പറയാനല്ല, not to just tell the wrong ഇല്ലാത്തത് things, ഉണ്ടാക്കി പറയാനല്ല, not to just tell lies. ആരെങ്കിലും ഒക്കെ കുറിച്ച് വല്ലതും പറയുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. God did not call you so that you just keep gossiping about ബോഷ്ക്ക് somebody else. പറയുന്നവരാകാതെ, Not about boasting yourself, വ്യാജം പറയുന്നവരാകാതെ, not telling deceitful things. വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അതരത്തെ, നിന്റെ വായെ, നിന്റെ അതരത്തെ തുറന്ന ശവക്കുഴിയാക്കി കളയാതെ, സ്തോത്രം, നിങ്ങൾ സ്വയം നിയന്ത്രിക്കുന്നവരാകണമെന്ന് അപ്പോസ്തലനായ പത്രോസ് നമ്മെ പഠിപ്പിക്കുകയാണ്. Peter teaches us that so that we would guard our tongue and we'll be able to raise up with എന്തിനു blessings. വേണ്ടിയാണ് ഹല്ലേലൂയ, അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കുന്നവരായി മാറുവാൻ, And the reason is because he wants you to have the blessing. ദൈവിക സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ, If you want to enter God's നിങ്ങളെ peace, കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുവാൻ, in order to get all the promises fulfilled, നിങ്ങൾ ആരോഗ്യമുള്ളവരായി ശക്തരായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, and also to stay healthy for God, നിങ്ങൾ ദോഷം വിട്ടകന്ന് you will have to move away from all the വ്യാജം deceitful ways, പറയാത്തവരായി and you have to move away from all the ദൈവസന്നിധി negative നിങ്ങൾ things. നിലനിൽക്കുമെങ്കിൽ, And as you stay strong in God's നിങ്ങളെ കുറിച്ച് presence, പരിശുദ്ധാത്മാവിന് വൻ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. and Holy Spirit is going to use you for mighty things. നിങ്ങളുടെ നിത്യതയും നിങ്ങളുടെ നാവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. There's always a connection between your eternity and your tongue. എന്തും സംസാരിച്ചും എന്തും പ്രവർത്തിച്ചും എന്തും ചെയ്തും നിത്യതയിൽ പോകാമെന്ന് ആരെങ്കിലും കരുതുന്നോ? And if someone thinks that okay, I'll do whatever I want and I still go to heaven, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല നിത്യത എന്ന് പറയുന്നത്. and so such a person does not കറ, belong to വാട്ടം, eternity. ചുളുക്കമില്ലാത്ത തന്റെ ജനത്തിനു വേണ്ടി, Someone who has kept themselves അവരെ clean ചേർക്കുവാൻ വേണ്ടി and pure, God has വാഴ്ത്തപ്പെട്ട said, കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ മേഘത്തിൽ പ്രത്യക്ഷനാകും. and Jesus is going to come among the clouds. അപ്പോൾ നിങ്ങളുടെ നാവും നിത്യതയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. There's always a connection between your tongue ഓ, and എത്ര പേർ eternity. മനസ്സിലാക്കുന്നുണ്ട്? How many of you are able to follow it? നിത്യതയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവ്, പാസ്റ്ററെ, ഐ മീൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കാര്യം ശരിയാകത്തില്ല, നിത്യതയിലും പോകത്തില്ല. Now you may be thinking, I don't mind about going heaven, but I എന്നാൽ want things right here. നമ്മുടെ നിത്യതയും നമ്മുടെ നാവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. There's always a connection between അത് eternity വിശ്വസിക്കുന്ന and our life. ആർത്ത് വിളിച്ച് ആമേൻ പറ. Tell an amen. എന്റെ നിത്യതയും എന്റെ നാവും തമ്മിൽ ഭയങ്കര ബന്ധമാണുള്ളത്. My eternity and my tongue has a deeper connection. നാവിന്റെ ശരിയായ ഉപയോഗത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജയകരമായൊരു ജീവിതം നയിക്കുവാൻ കഴിയൂ, അതോടൊപ്പം തന്നെ നിത്യതയിലെത്തുവാനും If സാധിക്കുകയുള്ളൂ. you're able to channelize your tongue properly, that is where you will be successful here and even in ഹല്ലേലൂയ. എല്ലാ eternity. സമാധാനക്കേടുമുണ്ടാക്കുന്ന നാവല്ലേ? And what happens when your tongue causes ഒരു all the ഭവനത്തിന്റെ disturbances? അന്തരീക്ഷം വേഗത്തിൽ മാറ്റിക്കളയുന്ന ഒരു നാവല്ലേ? And the family's atmosphere changes by the tongue. സഭയുടെ നല്ല മുന്നേറ്റത്തെ തടയുന്നത് ആമേൻ നാവല്ലേ? The tongue stands as a hindrance for ഈ the growth of ഭൂമിയിൽ church. നിങ്ങൾക്ക് ജയകരമായൊരു ജീവിതമാണ് യേശു വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. God promised that you'll have a triumphant life. ആ ഭൂമിയിൽ നിങ്ങൾക്ക് വിജയകരമായ ജീവിതവും And as you have a victorious life in the world, നിത്യതയിൽ എത്തുവാനുള്ള ആമേൻ നല്ല മാർഗവും കർത്താവ് പറയുന്നു, നിങ്ങളുടെ നാവിനെ നിങ്ങൾ ശരിയായി ഉപയോഗിക്കുക. and that is what Jesus says, you'll have to direct your tongue properly. ഹല്ലേലൂയ. കരം കൊടുക്കുവാൻ ഇന്ന് ഞാൻ പറയുന്നില്ല, സ്തോത്രം, നിങ്ങളുടെ നാവിനെ ശരിയായി ഉപയോഗിക്കുക. Use your tongue accurately. ഒരു 3 പേരോട് നോക്കി പറയും, നിങ്ങളുടെ നാവിനെ ശരിയായി ഉപയോഗിക്കുക. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. നിങ്ങളുടെ നാവും നിത്യതയും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. വായിക്കുന്നു. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി ബോഷ്ക് പറയുന്ന ആദ്യം പറഞ്ഞ ലിസ്റ്റുകളിൽ ഒരുപക്ഷെ നിങ്ങൾ ഇല്ലായിരിക്കാം.
Maybe you are not a part of what has been mentioned earlier in Revelation chapter 21 verse 8. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആദ്യത്തെ കുറെ ലിസ്റ്റുകൾക്കകത്ത് നിങ്ങളില്ലായിരിക്കാം. Maybe you are not a part of what has been mentioned in that എന്നാൽ list. ഒടുവിൽ വചനം പറയുന്നു, But the scripture says, ബോഷ്ക് പറയുന്നവന് someone who keeps telling lies, കാത്തിരിക്കുന്നത് and what is waiting for him, ഓഹരി തീയും ഗന്ധകവും തീയും ഗന്ധകവുമാണ് ബോഷ്ക് പറയുന്നവന് കാത്തിരിക്കുന്നത്. we have a burning scorching fire waiting for him there. ബോഷ്ക് പറയുന്നത്ര നിസ്സാരമാണ് നിങ്ങൾ കരുതുന്നോ? Now do you think it is such a very small thing that മറയൂർ you can say lie and ചർച്ച് go? മറയൂർ ചർച്ചകോടിരിക്കൽ ശുശ്രൂഷിക്കുമ്പോൾ And when I was there in a church, കുറെ വർഷങ്ങൾക്ക് പിറകിലാണ് it happened long some time back. ഞാൻ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ഒരൊറ്റ സെന്റൻസ് ഇങ്ങനെ പറഞ്ഞു, As I was talking, I mentioned a ബോഷ്ക് sentence, പറയരുത്, and do not tell lie. ബോഷ്ക് പറയരുതെന്ന് പറയുകയും And as I was saying, ആ do not tell lie, യോഗത്തിനകത്തിരുന്ന ഒരു ബ്രദർ ആമേൻ അടിച്ച് താഴെ വീണ് തന്റെ വായിൽ നിന്ന് പതയും നിറയും ഒക്കെ താഴെ വീണ് അവന്റെ മേലുള്ള അശുദ്ധാത്മാവ് ഇളകാൻ തുടങ്ങി. and as he was mentioning, is a demon which was possessed inside him ഹല്ലേലൂയ. started നിന്റെ മേൽ manipulating ദൈവത്തിന്റെ out. ജയത്തെ പ്രാപിക്കാൻ കഴിയാത്തത് നിന്റെ മേൽ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ബോഷ്കിന്റെ ആത്മാവാണ്. Sometimes what tries you to hinder the blessing is the liar spirit which is there in യേശുവിന്റെ you. നാമത്തിൽ ജയം പ്രാപിക്കുകയാണ്. That people get യേശുവിന്റെ victory over it. രക്തത്താൽ ജയം പ്രാപിക്കുകയാണ്. I'm gaining climbing victory in blood of തീയും Jesus. ഗന്ധകവും നിന്നെ നോക്കി കാത്തിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. As there is scorching fire and blazing എന്റെ coals വാക്കുകളല്ല ഞാൻ for you. സംസാരിക്കുന്നത്, I'm not telling my own ദൈവത്തിന്റെ words. വാക്കുകൾ പറയുകയാണ്. I'm telling the words of God. അന്ത്യകാലത്തെ കുറിച്ചുള്ള പ്രവചനമാണ് വെളിപ്പാട് പുസ്തകം. And this is a revelation talking about the ഈ end ഭൂമിയിൽ times. ജീവിക്കുവാനുള്ള ശ്രദ്ധേയമേറിയ ഉപദേശങ്ങളല്ല വെളിപ്പാട് പുസ്തകം. It is not about just some doctrines. യോഹന്നാനെ പത്മോസിൽ കൊണ്ടുപോയി When John was taken to പരിശുദ്ധാത്മാവോട് വെച്ച് സംസാരിക്കുകയാണ്, And Holy Spirit speaks ഇവിടെ to him. കയറി വരുവീൻ, and you'll have to come here. മേലാ സംഭവിപ്പാനുള്ളത് I'm going to reveal you നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരാം. what's going to happen in the future. നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരാം. As I'm revealing it to you, യുഗാന്ത്യ കാലഘട്ടത്തെ കുറിച്ചുള്ള വെളിപ്പാടുകൾ സംസാരിക്കുമ്പോൾ പറയുകയാണ്, ബോഷ്ക് സംസാരിക്കുന്നവന് കാത്തിരിക്കുന്നത് ദൈവത്തിന്റെ തീയും ഗന്ധകവുമാണ് കാത്തിരിക്കുന്നത്. and we can see that what is the outcome of someone who keeps lying is the lake അതിനകത്തുനിന്ന് with fire പുറത്തു and വരുവാൻ brimstone. പരിശുദ്ധാത്മാവ് ഉപദേശിക്കുകയാണ്. And Holy Spirit advises you to come out of it. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ As I've been cleansed, 3.5 വർഷം യേശു ഇവിടെ ശുശ്രൂഷിച്ചില്ലേ? as Jesus was here in the world, ഈ 3.5 വർഷത്തിനുള്ളിൽ and among these 3 years, ബോഷ്ക് പറഞ്ഞല്ല യേശു ജനത്തോട് സുവിശേഷം പറഞ്ഞത്. he never mentioned anything deceitful to people. ബോഷ്ക് പറഞ്ഞല്ല ജനത്തെ മുന്നോട്ട് യേശു കൊണ്ടുപോയത്. He was not giving any deceitful counts for them. യേശു ജനത്തെ കൊണ്ടുപോയത് സത്യം സംസാരിച്ചു കൊണ്ടായിരുന്നു. He was just telling them the truth. ദൈവസഭയ്ക്കകത്ത് വരുന്ന ജനം As the people come to church, സഭയ്ക്കകത്ത് വരുമ്പോൾ സത്യവും and as you come and know the പുറത്തു truth, പോകുമ്പോൾ ബോഷ്കം പറയുന്നവരാകുവാൻ and maybe when you go out and അങ്ങനെയുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് and what is meant for you, ആത്മാവ് സംസാരിക്കുന്നു, and Holy Spirit speaks, തീയും ഗന്ധകവുമാണ്. you will have the blaze of fire. എന്തുകൊണ്ടാണ് അനുഗ്രഹം കയറി വരാത്തത്? And why is that is there mentioned here? എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെടാത്തത്? Why are you not staying blessed? എന്തുകൊണ്ടാണ് ആരോഗ്യത്തിൽ കേടുകൾ സംഭവിക്കുന്നത്? Why are you still having problems with health? എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ കഴിയാത്തത്? Why am I stuck most of ഈ the time? ബോഷ്കിന്റെ ആത്മാവിനെ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പുറത്തു കൊണ്ടുവരികയാണ്. I'm commanding the spirit of light to leave ഈ out വചനത്തിന് people. മുൻപാകെ ജനം സമർപ്പിക്കപ്പെട്ടാൽ, As the people submit to the scripture, യേശുവേ ഇന്ന് പകൽ അങ്ങയുടെ രക്തത്താലെന്നെ കഴുകണമെന്നൊരു വാക്ക് പറഞ്ഞാൽ, and if you confess that Jesus cleansed me with ആ your blood, ബോഷ്കിനകത്തു നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. God is going to set you free from the ഓ desires of വിശ്വസിക്കുന്ന God. ആർത്ത് വിളിച്ച് ആമേൻ പറയുക. Tell an amen. ഹല്ലേലൂയ. അതുകൊണ്ട് ബോഷ്കും നിത്യമേൻ അഥവാ നമ്മുടെ നാവും നിത്യതയും തമ്മിൽ ഒരുപാട് കണക്റ്റഡ് ആണ്. And that is why we have a connection between our tongue and eternity. നിങ്ങളുടെ നാവ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് പകൽ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. You will have to recheck yourself whether have you made your Holy Spirit യെശയ്യാ sad. പ്രവാചകന്റെ പുസ്തകം 63 അധ്യായം 10 വാക്യം ഇങ്ങനെ പറയുന്നു. യെശയ്യാവിന്റെ പുസ്തകം 63 അധ്യായം അതിന്റെ 10 വചനം. എന്നാൽ അവർ മത്സരിച്ചു അവന്റെ പരിശുദ്ധാത്മാവിനെ എന്നാൽ ദുഃഖിപ്പിച്ചു. അവർ മത്സരിച്ചു അവന്റെ പരിശുദ്ധാത്മാവിനെ അവർ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. Hallelujah. In Isaiah 63 verse 10, they rebelled and grieved his Holy Spirit, therefore he turned to become their enemy. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ? Is everyone with me? ഹലോ. യെശയ്യാവിന്റെ പുസ്തകം 63 അധ്യായം 10 വാക്യത്തിൽ We can see that in Isaiah chapter 63 verse 10, എന്നാൽ അവർ മത്സരിച്ചു they were rebelling against God അവന്റെ പരിശുദ്ധാത്മാവിനെ and his Holy Spirit, ദുഃഖിപ്പിച്ചു.
They have grieved him. അതുകൊണ്ട് And because of that, അവൻ അവർക്ക് ശത്രുവായി തീർന്നു. അതുകൊണ്ട് And ദൈവം therefore- നിനക്ക് ശത്രുവാകുന്ന സാഹചര്യങ്ങളെ ഇവിടെ കാണുന്നത്. and we can see how God turns as an enemy to എങ്ങനെയാണ് you. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചത്? And why did they നീ what did അന്യഭാഷ they do? പറയാതിരുന്നതോ, And not just because when you പ്രവചനം were speaking, കേട്ടാതിരിക്കുന്നതോ, not listening to prophecy, തമ്മിലുള്ള മത്സരം, and the competition that you have among yourself, അത് and what happens in the ആമേൻ time, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. and it is a sin that is against Holy Spirit. അവനേക്കാൾ എനിക്കാകണം, Now you compare yourself നീ and ആയിക്കോ, say, I want to become ആമേൻ better അവനെ than somebody. കൂട്ടുപിടിക്കണ്ട, You don't have to look at somebody. ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞ യേശുവിന്റെ വചനത്തോളം നീ വളരുക. And when it has been said, you will be exalted, grow with നിന്നെ the word. ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. God has a plan to exalt നിന്നെ you. മാനിപ്പാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. God wants to honor you. സോ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ആമേൻ ഉയർന്നു വരിക. And you'll have to keep growing പക്ഷെ up. നിങ്ങൾ ആരോട് മത്സരിക്കരുത്, And there's no way that you have to compete മറ്റ് with one സഭക്കാരോട് another. മത്സരിക്കരുത്. You don't have to have any competition with somebody ഹല്ലേലൂയ. else. ആമേൻ മറ്റ് ആമേൻ വിശ്വാസ കുടുംബങ്ങളോട് നിങ്ങൾ മത്സരിക്കരുത്. There's no need of any competition ലോകത്തിലുള്ള among ആരോട് നീ believers. മത്സരിക്കരുത്. There's no competition നിന്നെ among anyone ഉയർത്തുവാൻ else. നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. Because God is capable of lifting you and exalting ആമേൻ you. മത്സരഗ്രഹം മത്സര അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. And having competitive spirit or competition among ഇവിടെ someone ഇരിക്കുന്ന നിങ്ങളുടെ grieves Holy എല്ലാവരുടെ Spirit. ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. And you're all having a God's ദൈവത്തിന്റെ temple. മന്ദിരമാകിയാൽ നിങ്ങളുടെ ശരീരത്തിന് മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. As your body is the temple, you have നിങ്ങൾ Holy Spirit in ഒരുവനോട് you. മത്സരിക്കുമ്പോൾ, And as you compete, നിങ്ങൾ ഒരു തീയോട് മത്സരിക്കുമ്പോൾ, as you're competing with somebody, നിങ്ങളൊരു ശുശ്രൂഷകനോട് മത്സരിക്കുമ്പോൾ, if you're going to compete with a ആരോടുമായിക്കൊള്ളട്ടെ നിങ്ങൾ മത്സരിക്കുമ്പോൾ, it doesn't matter to whom നിങ്ങൾ you're competing with, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. but you are grieving Holy നിങ്ങൾ Spirit. ദൈവത്തിന് വിരോധികളായി മാറുകയാ. And you turn to be enemies of അവൻ God. നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാതിരിക്കുവാൻ, And in order not him not to wage അവൻ battle നിങ്ങൾക്ക് against you, തകർച്ചകൾ in ഉണ്ടാകാതിരിക്കുവാൻ, order to avoid you from നിങ്ങൾ all ഉടഞ്ഞു destruction, പോകാതിരിക്കുവാൻ, in order not to break, സാത്താനിക നുകങ്ങൾ നിങ്ങളുടെ കഴുത്തിൽ വീഴാതിരിക്കുവാൻ, not to have yoke of Satan on your നിങ്ങൾ ആരോട് മത്സരിക്കരുത്. neck, do not compete with നിങ്ങൾ anyone. ആരോട് മത്സരിക്കരുത്. Do not go for race against യേശുവിൻ anyone. നാമത്തിൽ ജയമെടുക്കുകയാണ്. You will have to take victory in the അങ്ങനെയുള്ള name of എല്ലാ Jesus. മത്സര അനുഭവങ്ങളും ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ അത് തകർന്നു പോകണം. Let all that thing is trying to continue for അതില്ലാതെ race, let it go പോകണം. destroyed. ചില സഭക്കാർക്ക് മറ്റ് സഭക്കാരോടാ മത്സരം. Now sometimes people compete with ചില other churches. ശുശ്രൂഷകന്മാർക്ക് വേറെ ചില ശുശ്രൂഷകന്മാരോടാ മത്സരം. Sometimes ministers raise on ദൈവം the നിന്നെ അഭിഷേകം ചെയ്തത് ക്രിസ്തുവിനോളം വളരാൻ വേണ്ടിയാണ്. God has anointed you to grow like Jesus. യേശു ക്രിസ്തുവിനെ വിളി നിന്റെ മേൽ വന്നത്, And you have the calling of Jesus. അഭിഷേകത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വിട്ടത്, He had given you the anointing mantle അവനോളം നിന്നെ വളർത്തുവാൻ പ്രാപ്തിയുള്ള ഒരു അഭിഷേകം നിന്റെ മേലുണ്ട്. because He's capable of raising you, and നീ ലോകത്തിൽ ആരോടും മത്സരിക്കരുത്. you don't have to compete with anyone in മത്സര the world, ചിന്തകൾ നിനക്കകത്ത് ഉയരരുത്. and you don't have to have any നീ contest with മത്സരിക്കാൻ anyone. തുടങ്ങുമ്പോൾ As you do it, പരിശുദ്ധയാത്മാവിനെ നീ ദുഃഖിപ്പിക്കുന്നത്. you are grieving the Holy ഇന്ന് Spirit. പകൽ ജനം തിരിച്ചറിയട്ടെ. But the people must realize, ഹല്ലേലൂയ. 10 വർഷം മുമ്പ് വന്ന വിശ്വാസിയോട് നീ മത്സരിക്കരുത്. do not have any contest with a believer of അവനേക്കാൾ 10 ഞാൻ years. വളർന്നുവെന്നും അവൻ അവളെക്കാൾ ഞാൻ ഉയർന്നുവെന്നും നിനക്ക് തോന്നലുണ്ടോ? നീ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വ്യക്തിയാണ്. Now if you compare yourself and say that He is better than യേശുവിന്റെ you, നാമത്തിൽ സാത്താനിക മണ്ഡലങ്ങൾ ഇന്ന് പകൽ തകർന്നു വീഴട്ടെ. you are grieving the Holy Spirit. So in the name of അങ്ങനെയുള്ള Jesus, ഓരോന്നും ഹല്ലേലൂയ. അവന്റെ മകനേക്കാൾ എന്റെ മകൻ മിടുക്കനാ. ആമേൻ. അതിന്റെ പേര് മത്സരം എന്നാണ്. and so when you compare your child with another ഓ child, അവന്റെ മകളേക്കാൾ എന്റെ മകൾ മിടുക്കിയാണ്. my daughter is smarter than ഓ hers, അവളുടെ ഭർത്താവിനേക്കാൾ എന്റെ ഭർത്താവ് ഒത്തിരി കഴിവുള്ളവനാണ്. and my husband നോ is less നോ smarter than him, മത്സരം നിനക്കരുത്. and do not have the same മത്സരം contest. നിനക്ക് പാടില്ല. There's no way that you have നിങ്ങൾ competition. ഓരോരുത്തരും ദൈവത്തിന് യുണീക്കാണ്, ദൈവത്തിന് അതുല്യരാണ് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും. Each and every one of you are being turned unique for God. അന്ന് തിരിച്ചറിയാൻ തുടങ്ങും തോറും As you realize this, ദൈവശക്തി നിന്റെ മേൽ വർദ്ധിക്കും. and God's power is going to be manifesting in you, അഭിഷേകം വർദ്ധിക്കും. and the anointing is going to grow, വെളിപ്പാടുകൾ വർദ്ധിക്കും. the revelation is going നിന്റെ to be മേലുള്ള more. ആത്മവരങ്ങളുടെ പ്രകാശനം വർദ്ധിക്കും. You will have this light of എല്ലാ God's Spirit. മത്സരങ്ങളും ഇന്ന് പകൽ ഈ ജനത്തെ വിട്ടുമാറട്ടെ. Let all the competitive spirit ഇവർ leave from the ആത്മാവിൽ people. സ്വതന്ത്രരാകട്ടെ. Let them be set free in spirit. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇരുളിന്റെ വ്യാപാരത്തെ ഇന്ന് പകൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. I'm breaking all the control ഓ of ആത്മാവിൽ darkness. പ്രാർത്ഥിച്ച് അല്പസെക്കൻഡുകൾ കമോൺ ചർച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ മേലൊരു വലിയ ജയം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ പറയുന്നത്? Now why am I telling you to pray in spirit? ആമേൻ. നിങ്ങളുടെ ഫിസിക്കൽ സെൻസിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയില്ലേ? പൗലോസ് പറയുന്നു, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. He says that Paul says that I pray in spirit and my mind. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പുതിയ നിയമസഭയുടെ പ്രത്യേകതയാണ്, ഒരുവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും, അതോടൊപ്പം തന്നെ അവനെ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുവാൻ സാധിക്കും. There's someone who could pray in spirit and in mind.
എന്നാൽ ചില പ്രത്യേക സമയത്ത് ആത്മനിയോഗം വരുമ്പോൾ But when we have special നിങ്ങളോട് occasions, പറയും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ. and I tell you that prayer അപ്പോൾ spirit, നിങ്ങൾ എന്നെ നോക്കിയിരിക്കരുത്. and so you don't have to look at കാര്യമെന്താ, me. നിങ്ങൾ ആത്മാവിൽ അപ്പോൾ പ്രാർത്ഥിക്കണം. At that point you're supposed എന്താണ് to pray in റീസൺ? spirit. And ഹല്ലേലൂയ. what is the reason? ചില പ്രത്യേക സമയത്ത് ആത്മനിയോഗം വരുമ്പോൾ ആത്മാവിന്റെ വലിയ ഗൈഡൻസ് നിങ്ങളുടെ മേൽ വരികയാണ്. As the spirit leads, you may get spiritual guidance in that way. ആത്മാവിന്റെ വലിയ നിയോഗം നിങ്ങളുടെ മേൽ വരികയാണ്. As the spirit leads you, ഹല്ലേലൂയ. എല്ലാ മത്സര ഗ്രഹങ്ങളും യേശുവിൻ നാമത്തിൽ ഉടഞ്ഞു പോവുകയാണ്. that all the competitive spirits be all breaking ഉടഞ്ഞു down. പോവുകയാണ്. ഇന്ന് പകൽ നിങ്ങൾ ജയാളിയായി മാറും. ആരെയൊക്കെ ഈ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ടല്ലോ. This God is touching someone. ഹല്ലേലൂയ. In the name of Jesus. ആരെയൊക്കെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഇത് ജയത്തിന്റെ പകലാണ്. ഇന്ന് പകൽ നിനക്ക് ജയത്തിന്റെ പകലാണ്. This afternoon is a victorious time ആർത്ത് for you. വിളിച്ചു പറ, ഇന്ന് പകൽ എനിക്ക് ജയത്തിന്റെ പകലാണ്. Shout and say that I'm a victorious afternoon for me. വിശ്വസിക്കുന്നവർ വായ തുറന്ന് കൺഫസ് ചെയ്യൂ. ആമേൻ. Open your mouth and confess it. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക, മത്സരിക്കരുത് എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് And so do not have any contest among yourself. ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് ആഴമായി നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. I'm going to tell you about something more and deeper. ബുക്ക് ഓഫ് എഫിഷ്യൻസ്, എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 29 മുതൽ നമ്മൾ വായിക്കുന്നു. എഫെസ്യ ലേഖനം കേൾക്കുന്നവർക്ക് കൃപ 4-ാം അധ്യായം അതിന്റെ 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ. ഹല്ലേലൂയ. നിങ്ങളെല്ലാം ഇന്ന് പകൽ ഈ ദൈവവചന ഭാഗങ്ങളെ പഠിക്കുവാൻ കാണിക്കുന്ന ഭയങ്കര ഉത്സാഹത്തിനാണ് ഞാൻ ദൈവത്തെ നന്ദി പറയുകയാണ്. Ephesians chapter 4 verse 29 onwards, we'll be looking നിങ്ങളുടെ at it. ഉള്ളിൽ പരിശുദ്ധാത്മാവ് അസാധാരണമായി ക്രിയ ചെയ്യുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദൈവവചനം പഠിക്കുവാനുള്ള നിങ്ങളുടെ ദാഹവും ആഗ്രഹവും എന്ന് പറയുന്നത്. You have a greater desire to the scripture, and that's how Holy Spirit moves in. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ In Ephesians chapter 4 verse 29 to 32 onwards, മത്സരഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ മത്സരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ചില സാധ്യതകളെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. there are some circumstances which leads you into contests. വായിക്കുന്നു. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, So that people will have the grace for those who hear. ആത്മീക വർധനവ് വരുത്തുന്ന നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ. നല്ല വാക്കല്ലാതെ They are having good words for edification. ആകാത്തതൊന്നും The unwholesome talk. നിന്റെ തലമുറയെ നോക്കി നീ പറയരുത്. And do not tell that to your generation. നിന്റെ ഭാര്യയെ നോക്കി പറയരുത്. Do not tell that to your wife. നിന്റെ ഭർത്താവിനെ നോക്കി പറയരുത്. Do not tell that to your husband. നിന്നെ ശുശ്രൂഷിക്കുന്നവരെ നോക്കി നീ പറയരുത്. Do not tell unwholesome words to your ലോകത്തിൽ minister. ആരെ കുറിച്ചും With nobody else. ആകാത്ത വാക്ക്, Do not speak ആകാത്ത വാക്ക്. any unwholesome or unwanted ചിലർ words. ഉറങ്ങിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ആകാത്ത വാക്ക് The unwholesome talk. പറയരുത്. Do not utter them. നിന്നെ ദൈവം വിളിച്ചത് God has called you. ഉപ്പിനാ രുചി വരുത്തുന്നത് പോലെ Just like how we can get the salt. നല്ല വാക്ക് പറയാൻ വേണ്ടിയാണ്. You will have to give edification. നല്ല വാക്ക് പറയാൻ വേണ്ടിയാണ്. He got you to say good words കേൾക്കുന്നവർക്ക് ദൈവകൃപ വർദ്ധിക്കുന്ന, so that they will be edified. അയാളുടെ സാന്നിധ്യത്തിലാകട്ടെ അസാന്നിധ്യത്തിലാകട്ടെ, Whatever it might be in presence or not കേൾക്കുന്നവർക്ക് നന്മ വരുന്ന, അനുഗ്രഹം വരുന്ന വാക്കുകൾ മാത്രമേ നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരാവൂ. there. So the words that come out to be stay blessed for someone who hears it. ഇതാണ് പുതിയ നിയമസഭയുടെ കൾച്ചർ എന്ന് പറയുന്നത്. And that is what the new church culture. സൺഡേ 10 മുതൽ 12 വരെ നല്ല ഒരു പ്രത്യേക കൾച്ചറിനകത്ത് ജീവിച്ചിട്ട് 1 മണി മുതൽ പുതിയ കൾച്ചർ ജീവിക്കാനല്ല. Not just when you attend the service, you have a culture and then you move out and have another culture. ഓട്ടോറിക്ഷ വിളിക്കുമ്പോൾ അവൻ 2 രൂപ കൂടുതൽ ചോദിച്ചാൽ കൊള്ളാകാത്ത വാക്കുകൾ പറയരുത്. When someone asks you for more than what you've been taught, നീ കൊടുക്കുന്നതിനേക്കാൾ 10 ഇരട്ടി അടുത്ത 24 മണിക്കൂറിനുള്ള ദൈവം നിനക്ക് തരും. now you might be feeling like someone is bargaining with you. ഒരാളോടും ആകാത്ത, ഇയാൾ കുറെ നാളായി കളിക്കാൻ തുടങ്ങി, 2 ഞാൻ പറഞ്ഞു തീരുള്ളൂ. And so don't just say any negative things about people who irritate ആകാത്തതല്ലാതെ, you. And what is not really godly, ആകാത്ത വാക്കുകൾ പറയരുത്. what is not being harmful words, കൊള്ളരുതാത്ത വാക്കുകൾ പറയരുത്. what are some toxic words. മനസ്സിലാകുന്ന വിശദീകരണത്തിന് ആവശ്യമില്ലല്ലോ. കേൾക്കുന്നവർക്ക് കൃപ വർദ്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പറയാവൂ. Someone when hears that, let their grace increase. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങൾ ഈ ആകാത്ത വാക്കുകൾ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്.
And when you speak these words, you're actually grieving Holy Spirit. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി യേശുവിന്റെ വരവിങ്കൽ നിങ്ങൾ എടുക്കപ്പെടുവാൻ Now, if you want to go പാകത്തിന് നിങ്ങളെ സീൽ ചെയ്തിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാ. Holy Spirit has given us a seal for you, and so that is what is going to help you take to eternity. പെന്തിക്കോസ്തുകാർ വിചാരിക്കുന്നത് ആമേൻ സൺഡേ സർവീസ് 2 പാട്ട് പാടിയിട്ട് ഒടുവിൽ അന്യഭാഷ പറയാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മ മുദ്രയിട്ടിരിക്കുന്നത്. Most of the time people think, okay, I have Holy Spirit to just speak in tongues. അവന്റെ നാളിൽ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിൽ നിങ്ങളെ And on the day of redemption, ആ വീണ്ടെടുപ്പ് നാളോളം നിങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്രയാലാണ്. how is being tied up by the seal of the Holy Spirit. ആ മുദ്രയെ നിങ്ങൾ പൊളിക്കരുത്. And so do not break that seal. ആ മുദ്രയെ നിങ്ങൾ പൊട്ടിച്ചു കളയരുത്. And do not break that seal. കൊള്ളരുതാത്ത വാക്കുകൾ നിങ്ങൾ പറയരുത്. And so never speak any damaging words. ആര് നിങ്ങളോട് എന്ത് പറഞ്ഞാലും Now, no matter whatever people say against you, പിന്നെ കരച്ചിലും നിലവിളി ക്ഷമ പറച്ചിലും ആകെ now don't tell them, I'll show you later. കാരണം ഈ പറയുന്ന നിങ്ങൾ ക്ഷമ പറഞ്ഞു, ഓൾ റൈറ്റ്, Now maybe someone asked you forgiveness. പക്ഷേ നിങ്ങൾ പറയുന്ന എല്ലാ വാക്കുകളിലും നിങ്ങൾ ക്ഷമ പറഞ്ഞോ? Now even maybe someone said and you forgive somebody. ഈ ഭാര്യയോട് വഴക്കെല്ലാം ഉണ്ടാക്കിയിട്ട് അവസാനം എടി സോറി ഞാൻ അറിയാൻ പറഞ്ഞു പോയത്, എന്റെ സ്വഭാവം നിനക്കറിയാലോ. ശരിയാ, നിന്റെ സ്വഭാവം അറിയാം. And so if there's a family argument, someone does everything and they keep saying this is my nature. പക്ഷെ നിങ്ങൾ പറഞ്ഞ എല്ലാ വാക്കിന്മേലുമുള്ള ക്ഷണക്കത്തുകളെ നിങ്ങൾ ഇല്ലാതാക്കിയോ? And have you all burned out the invitations which you had given by your own words? വീണ്ടെടുപ്പ് നാളിനായി പരിശുദ്ധാത്മാവിൽ നിങ്ങളെ എന്നേക്കുമായി കർത്താവ് മുദ്രയിട്ടിരിക്കുകയാണ്. For the day of redemption, Holy Spirit has sealed you. ചിലർ പറഞ്ഞു ഇവിടെ സ്വഭാവത്തിന്റെ ഭാഷ 2 കൊടുത്താലേ അവൾ അടങ്ങത്തുള്ളൂ. Now sometimes people say I'll have to do something so that I can take control of them. ഞാൻ 2 പറഞ്ഞില്ലെങ്കിൽ അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. Now if I don't speak back, maybe someone keeps ഈ saying തത്വമൊന്നുമല്ല പരിശുദ്ധാത്മാവ് എഫേസ്യ ലേഖനത്തിൽ എഫേസോസിലെ സഭയെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത്. നല്ലതല്ലാത്ത വാക്കുകളൊന്നും നിന്റെ വായിൽ നിന്ന് പുറത്തു വരരുത്. But Holy Spirit has taught the Ephesians church not to speak any unwanted words. പിശാച് നിന്നെ ബന്ധിച്ച സ്ഥാനത്തു നിന്ന് ഈ വചനത്തെ ഞാൻ വെളിപ്പെടുത്തുമ്പോൾ നിന്നെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള ദൈവത്തിന്റെ പ്രോഗ്രാം. God has planned that when I tell the scripture that He is going to set you free from what has been tying you. നീ മത്സരഗ്രഹമായി മാറുന്നതിന് കാര്യമെന്നറിയാമോ? ആകാത്ത വാക്കുകൾ. And so how did this competition all start? Because you were having unwanted words. അടുത്ത ഭാഗം വായിച്ചു. എല്ലാ കയ്പും കോപവും, എല്ലാ കയ്പും, all bitterness, എല്ലാ കോപവും, wrath, ക്രോധവും, കുറ്റാരവും, ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഒന്നും കൂടെ വായിച്ചു. എല്ലാ കയ്പും, all bitterness. ചില വിചാരിക്കുക ഞായറാഴ്ച ആകെ ഒരു സന്തോഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും. നിന്റെ സന്തോഷത്തെ കെടുന്ന കാര്യം ഈ പറഞ്ഞു തരുന്നത്. And so most of the time you may think I'm coming to church so that I can have some happiness. അപ്പൊ പാസ്റ്റർ ഇവിടുന്ന് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. And pastor keeps saying something which I really don't want. ഹല്ലേലൂയ. എല്ലാ കയ്പും, പിന്നെ all bitterness, കോപവും, wrath, ക്രോധവും, and the anger, ക്രോധവും, കുറ്റാരവും, and clamor. ഈ കുറ്റാരം എന്ന് പറഞ്ഞ മലയാള വാക്കിന്റെ അർത്ഥം ആർക്കറിയാം? എന്താ ഈ കുറ്റാരം എന്ന് പറഞ്ഞാൽ? മലയാളം വിദ്വാൻമാരായാലും കൊണ്ടോ വിത്തുമതികളായാലും കുഴപ്പമില്ല. അട്ടഹാസം. നിന്റെ കാര്യം എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കുറെ വർഷങ്ങളായി ഇത് വായിക്കാൻ. കുറ്റാരം 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 അങ്ങനെ അതിനോട് ചേർന്ന് സ്ഥലപ്പേരുണ്ട്. അട്ടഹസിച്ച് നിന്റെ വീട്ടിൽ കാണുന്ന അട്ടഹസിച്ച് നീ ബഹളം ഉണ്ടാക്കരുത്. You don't have to be quarreling or brawling around. അത് പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള കാര്യമല്ല. And God doesn't like it. ചില പുസ്തകം മറിച്ച് നോക്കി, ഇനി ഉണ്ടോ എന്ന്. ഇല്ലാത്ത കാര്യം ഞാൻ പറയത്തില്ല. ഞാൻ 100 പ്രാവശ്യം വായിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്. വായിച്ചോ സിസ്റ്ററെ, ഒന്നും കൂടെ വായിച്ചോ. കയ്പും, എല്ലാ കയ്പും, കോപവും, ക്രോധവും, കുറ്റാരവും, ദൂഷണവും, സകല ദുർഗുണവുമായി ഇതെല്ലാം നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകുന്നില്ല എങ്കിൽ നിങ്ങൾ ശാപഗ്രസ്തരായി തീരും. If you're not being removing from all this malice, സാത്താന് ക്ഷണക്കത്തുകൾ കൊടുത്തവരായി നിങ്ങൾ മാറും. You will turn into invitators of Satan. അതുണ്ടാകാതിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ. And that is why Holy Spirit reminds us. അടുത്ത അമ്മാമൻ അതിന്റെ മറുവശം കൂടെ ഞാൻ പറയാം. ദൈവത്തിന്റെ പദ്ധതികളെ തടുക്കുന്ന ഒരു വാക്കുകളും നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരരുത്. Do not say any word that will hinder the work of God. പിള്ളേരെന്തെങ്കിലും കാണിക്കുമ്പോഴത്തേക്ക് വിളിച്ചു പറയരുത്, നീ വർഷം ജയിക്കുന്നതെന്ന് കാണട്ടെ, നിന്റെ കയ്യിലല്ലേ പേന ഇരിക്കുന്നത്. And
And so when children does anything to disturb you, do not say negative things about വല്ലവരെ them. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവനൊന്ന് രക്ഷപ്പെടുന്നു ഞാൻ കാണട്ടെ. Now if someone says something else, do not speak negative about others. ദൈവ പദ്ധതികളെ ഇങ്ങനെ ദൈവ പദ്ധതികളെ തടുത്ത ഒരു മനുഷ്യൻ വേദപുസ്തകത്തിനകത്തുണ്ട്. We have a person who was trying to hinder the work അവന്റെ of പേര് God, ഇയ്യോബ്. and that is what we call ദൈവം him as അവനോട് Job. ചോദിക്കുകയാ, And God is asking him, എന്റെ ആലോചനയെ and do you think that എന്റെ ഉദ്ദേശങ്ങളെ you can outgrow my തടുത്തു thoughts? കളയുന്നവൻ And someone who hinders ഇവൻ my ആരടോ? plans, and who is it? പ്രവൃത്തോണ്ടിരിക്കുകയാ. നിരാശയുടെ വാക്കുകൾ ഇയ്യോ പറയുമ്പോൾ കഥ പറയാ, എടാ കുഞ്ഞെ നിന്നെ കുറിച്ചൊരു വലിയ പദ്ധതി എനിക്കുണ്ട്. When they keep murmuring or grumbling about നിന്റെ മക്കൾ situations, നഷ്ടപ്പെട്ടോ, അതിനേക്കാൾ ശ്രേഷ്ഠമായത് വരാൻ പോവുക. now you grumble about what has been lost. ആടുമാടുകൾ നഷ്ടപ്പെട്ടോ, അതിനേക്കാൾ ഹല്ലേലൂയ വലുത് വരാൻ പോവുകയാ. When you have lost everything, but there's something better coming. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, ഒന്ന് നിനക്ക് നഷ്ടപ്പെട്ടാൽ 7 തിരിച്ചു ചോദിക്കാം. Now if one thing is lost, you can ask for God to give you 7 times. നിന്റെ ജീവിതം വേദപുസ്തകവുമായിട്ട് വേണം ജീവിക്കാൻ. Your life has to be staying united with the പോയേ scripture. തീർന്നു എന്ന് പറഞ്ഞല്ല ജീവിക്കേണ്ടത്. ഒന്ന് പോയാൽ 7 തിരിച്ചു ചോദിക്കാം. Now if you have lost one, you can ask for 7. 7 ഇരട്ടി ദൈവം നിനക്ക് തരും. And God is going to repay you 7 times. അങ്ങനെ ഒരു ദൈവത്തെ നീ വിശ്വസിക്കുന്നേ, And such a God is what you believe in. അങ്ങനെ ഒരു ദൈവത്തെ നീ ആരാധിക്കുന്നത്, And such a God is what you നിന്റെ worship in. ദൈവം ജീവനുള്ള ദൈവമാണ്. And this God is such a living God. ഹല്ലേലൂയ. കാര്യം എന്ന് അറിയാമോ, ദൈവത്തിന്റെ പദ്ധതികളെ നമ്മുടെ മേൽ വെളിപ്പെടുത്തുന്നത് ദൈവം തന്റെ വാക്കിനാലാണ്. God expresses his plans to us through his words. ദൈവം തന്റെ വാക്കിനാൽ ദൈവത്തിന്റെ പദ്ധതികളെ അവൻ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുമ്പോൾ As he expresses his plans towards us, അവന്റെ വാക്കിനോളം ക്രിയാത്മകമായ ശേഷിയുണ്ട് എന്റെയും നിങ്ങളുടെയും വാക്കിന്. as his words have the more creative power than our words, അവന്റെ വാക്കോളം ക്രിയാത്മകമായ വാക്കാണ് എന്റെയും നിങ്ങളുടെയും വാക്ക്. as we have the same creativity power in his words, ഉൽപ്പത്തി it's my പുസ്തകം words. 1-3 വാക്യത്തിൽ പറയുന്നു. In the book of Genesis we have it. വായിച്ചു 1:3 ഉൽപ്പത്തി പുസ്തകം 1:3. വെളിച്ചമുണ്ടാകട്ടെ എന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. In Genesis chapter 1 verse 3, let there be light, and there was light. എബ്രായർ 11:3 വായിച്ചു. എബ്രായർ 11:3 വാക്യത്തില് ഈ കാണുന്ന ലോകത്തെ In Hebrews chapter 11 verse 3, the ദൈവം word that we സൃഷ്ടിച്ചത് see, how it has been created തന്റെ വാക്കിനാലാണ്. by the word of God. റോമാലേഖനം 4:17 പറയുന്നു, In Romans chapter 4 says, മരിച്ചതിനെ തിരിച്ചു വിളിക്കുകയും and what was being dead, ഇല്ലാത്തവയെ ഉള്ളവയെ പോലെ വിളിക്കുകയും ചെയ്യുന്ന calling out the existing from the ആ non-existing, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ and all the plans that ആ God has, ദൈവം നിന്റെ മേൽ വാക്കിനാൽ പറഞ്ഞിട്ടിരിക്കുകയാ. he has given all this by his word. വാക്കിനാൽ അവൻ നിന്റെ മേൽ അവന്റെ പദ്ധതികളെ പറഞ്ഞിട്ടിരിക്കുന്നത് കൊണ്ട് As he has shared all his plans upon you by his word, അതിനെ അവൻ ഇല്ലാതാക്കുന്ന, and whatever is trying to അതിനെ hinder it, ശൂന്യമാക്കി കളയുന്ന, God is trying to destroy it, ഹല്ലേലൂയ, ഒരു വാക്കും നിന്നിൽ നിന്ന് പുറപ്പെടരുത്. you should never utter words നിങ്ങൾ and such from ചിന്തിക്കുന്നു അത് ദൈവമല്ലേ, you. And you think that is God, ഇത് ഞാനല്ലേ, and you may think it is അത് me. ദൈവമാണ്. പക്ഷേ അവനെ പോലെ നിന്നെയും അവൻ റീജനറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാ. As you have been also born again like the same like him. അതുകൊണ്ട് അവന്റെ ഉദ്ദേശങ്ങളെ തടുക്കുന്ന ഒരു വാക്ക് പോലും നിന്റെ വായിന്ന് പുറത്തു പോകരുത്. So do not say any word that will hinder his എന്നെ കൊണ്ട് plan. ആകത്തില്ലെന്ന് പറയരുത്. Do not tell I can't എന്നെ do കൊണ്ട് it. കഴിയത്തില്ലെന്ന് പറയരുത്. Do not say that I'm not ഇത് possible. അസാധ്യമെന്ന് പറയരുത്. And do not say it is impossible. നിന്നെ ആകമാനം മാറ്റുവാൻ ദൈവത്തിന്റെ വാക്കുകൾ നിന്റെ മേൽ ഇട്ടിരിക്കുകയാ. God has given all his words upon you. നിന്റെ മേൽ അനുഗ്രഹം വരാൻ വേണ്ടി ദൈവം നിന്റെ മേൽ വാക്കുകളെ ഇട്ടിരിക്കുകയാ. In order to get all your blessings, he has given his word on അതുകൊണ്ട് you. നിന്റെ വാക്കുകൾ കൊണ്ട് അവ ഇല്ലാതാക്കരുത്. And so with your own words, do not destroy നിങ്ങൾക്ക് it. മനസ്സിലാകുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് അവന്റെ പദ്ധതികളെ നിങ്ങൾ ഇല്ലാതാക്കി കളയരുത്. By your own words, do not destroy the plans that God has kept on you. എന്നെ കൊണ്ട് ഇത്ര പറ്റുള്ളൂ, വാക്യം ദൈവം ചെയ്യട്ടെ. Now somebody says that, okay, this is what താൻ you are ബാധി ദൈവം capable of. ബാധി എന്ന പദ്ധതിയല്ല വിശുദ്ധ വേദ പുസ്തകത്തിനുള്ളത്. But that is not how God's scripture says. എന്നെ ദൈവത്തോട് കൂടെ ചേർത്ത് നിർത്തി God has kept me closer to തന്നെ him, പോലെ ദൈവം എന്നെ നിയമിച്ചാക്കിയിട്ട് and he has also made me sit along തന്റെ with him. വാക്കുകൾ കൊണ്ട് എന്റെ മേൽ സകലത്തെയും ഉളവാക്കുമ്പോൾ As he has created everything in my ആ life through വാക്കിനെ his words. തകർത്ത് കളയുന്ന ഒരു വാക്കും നിന്നിൽ നിന്ന് പുറത്തു വരരുത്. And so do not utter any word that will destroy his work ആർത്ത് on you. വിളിച്ചാമേൻ പറ. Tell an amen. അതുകൊണ്ടാണ് പത്രോസ് വെളിപ്പാടിൽ വിളിച്ചു പറയുന്നത്, അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം വിളിച്ചവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുവീൻ. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകണം.
As you inherit blessing, you also give blessing. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിച്ചു തുടങ്ങട്ടെ. Let it happen in the name of സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തില് And we can also see it. 32-ാമത്തെ വചനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം പരിശുദ്ധാത്മാവ് ചേർത്ത് വെച്ചിരിക്കുകയാണ്. There's a very important thing. സംഖ്യാപുസ്തകം 13-ാമത്തെയും 32-ാമത്തെ വാക്യം. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് വർത്തമാനമായി എന്റെ ആശയം നിങ്ങൾ മറക്കരുത്. ദൈവിക പദ്ധതികളെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഇല്ലായ്മ ചെയ്ത് കളയരുത്. We should not forget that what God has said to us by destroying it through our own words. ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം പറഞ്ഞതിന് വിരോധമായി And what God had said to the people of ഈ Israel. ജനം ദുർവർത്തമാനം പറഞ്ഞത് എന്തെന്നാൽ In Numbers chapter 13 verse 32. അവിടെ അനാക്യരുണ്ട്, They were saying there were people. അവിടെ ഹിത്യരുണ്ട്, They said there were Hittites. അവിടെ യെബൂസ്യരുണ്ട്, They had all those nations ജാതികളുടെ there. ഒരു വലിയ കൂട്ടം അവിടെയുണ്ട്. They said there was a great people. അവർ മല്ലന്മാരാണ്. And they were all looking like എന്നാൽ Nephilims. സ്വർഗത്തിലെ ദൈവം പറയുന്നു, And but heaven God ലോക says, സ്ഥാപനത്തിന് മുന്നമേ Before ഞാൻ the foundation ക്രിസ്തു of the യേശുവിൽ നിങ്ങളെ കണ്ടതാണ്. I have chosen you in Christ. ഹിത്യരല്ല എന്റെ വിഷയം, എനിക്ക് നിങ്ങളാണ് വിഷയം. It doesn't matter who it is, but it's എനിക്ക് your importance. നിങ്ങളുടെ അനുഗ്രഹമാണ് വിഷയം. Your blessing matters the most. ഉറ്റുനോക്കുവാൻ പോയ ജനം And people who went for spying the land. ദാമൻ അവരെ കുറിച്ച് തന്നെ ദുർവർത്തമാനം പറയുകയാ. And they brought a bad report. ദൈവത്തിന് അവരെ കുറിച്ചുള്ള ഉദ്ദേശം And their own plans. അവരെ ജയാളികളാക്കി മാറ്റാനാ, God had for them to turn victorious. അവരെ അനുഗ്രഹിക്കുന്നവരാക്കി മാറ്റാനാ, God wants to turn them into അവരെ blessing, ഉയർത്തുന്നവരാക്കി മാറ്റാനാ. to exalt them. എന്നാൽ ഉറ്റുനോക്കാൻ പോയവൻ തിരിച്ചു വന്നിട്ട് പറയുകയാ, But the spyings they ഇത് came and നമുക്ക് said, സാധ്യമല്ല. they said it is impossible. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, And Holy Spirit നിങ്ങളെ says, കുറിച്ചുള്ള ഉദ്ദേശങ്ങളെ and all your plans ദൈവം for you, വാക്കുകളാക്കി and as he has put into നിങ്ങളുടെ words, മേൽ അവൻ പറഞ്ഞു വെച്ചിരിക്കുകയാ. he has set it upon you. അതാണ് വിശുദ്ധ വേദപുസ്തകം. And that is the scripture. അതാണ് ഹല്ലേലൂയ പിതാവായ ദൈവത്തിന്റെ വാക്കുകൾ നിങ്ങളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാ. And that is what is written in God's നീ word for you. വാലല്ല തലയാകും, You will not be the tail, but you will be the നീ head. വാലല്ല തലയാകും. You will not be the tail, you will നിങ്ങളെ be the കുറിച്ച് head. എഴുതി വെച്ചിരിക്കുകയാ. It is written for you. നിന്റെ കുടുംബത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാ. It is meant for your നിന്റെ family. തലമുറയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാ. It is meant for your നീ generation. താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കൂ. നീ വാലല്ല തലയാകും. You will not be the tail, but അനാക്യം മല്ലന്മാരല്ല. ആമേൻ. നിന്നെ കുറിച്ച് പ്രവചിച്ചു പറഞ്ഞിരിക്കുന്നത് ആമേൻ സകലത്തെയും ഉളവാക്കിയ എന്റെ ദൈവം, my God who created everything. സകലത്തെയും സൃഷ്ടിച്ച എന്റെ ദൈവം, My God who created everything. നിനക്ക് മറുപടികളെ കൊണ്ടുവരുവാൻ പ്രാപ്തിയുള്ള ദൈവം My God who is capable of giving you the solution. നിന്നെ കുറിച്ച് പറയുന്നു, താഴ്ചയല്ല ഉയർച്ച തന്നെ He പ്രാപിക്കും. looks at you and he says that you will be always exalted. ഓ വിശ്വസിക്കുന്നവർ നല്ല ആമേൻ പറഞ്ഞാട്ടെ. Tell an amen. നിന്നെ കുറിച്ച് നീ ദുർവർത്തമാനം പറയരുത്. Do not speak evil things about yourself. നിന്റെ കുടുംബത്തെ കുറിച്ച് നീ ദുർവർത്തമാനം പറയരുത്. Do not say negative things about your family. സ്തോത്രം. കർത്താവ് നിന്നെ കുറിച്ച് വലിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. God has told all greater things about നിന്റെ you. മേലൊരു വലിയ ശുഭഭാവിയുണ്ട്. You have a greater fortune life. ശുഭഭാവിയുണ്ട്. You have a greater good നിന്റെ life. തലമുറയെ കുറിച്ച് ദൈവത്തിന് ശുഭഭാവിയുണ്ട്. God has a blessed family for നിന്റെ life for your children. കുടുംബാംഗങ്ങളെ കുറിച്ച് ദൈവത്തിന് ശുഭഭാവിയുണ്ട്. God has a fortunate life for your അതുകൊണ്ട് നീ family. ദുർവർത്തമാനം സംസാരിക്കരുത്. Do not say negative things. ലോകം എങ്ങനെയും സഞ്ചരിച്ചു കൊള്ളട്ടെ, Let the world move in any way. ലോകത്തിന്റെ അന്തരീക്ഷം ഏത് സമയ സാഹചര്യങ്ങളുടെ യാത്ര ചെയ്തു കൊള്ളട്ടെ, Let the world have different atmospheres. നിന്റെ ചുറ്റുപാടുകളുള്ള അന്തരീക്ഷങ്ങൾ സ്തോത്രം നടക്കത്തില്ല എന്ന് പറയുമ്പോൾ Even the realm tells you around you it is ലോക impossible. സ്ഥാപനത്തിന് മുന്നമേ നിന്നെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക, The Holy എന്റെ Spirit ദൈവത്താൽ എല്ലാം സാധ്യമാണ്. He says it is possible with my God. എന്റെ ദൈവത്താൽ എല്ലാം With സാധ്യമാണ്. my God, all things are ഓ possible. വിശ്വസിക്കുന്ന ആർത്തുവിടെ ചാമയം പറഞ്ഞു. Tell an amen. സംഖ്യാപുസ്തകം 14-ാമധ്യായം അതിന്റെ 36-ാമത്തെ വാക്യത്തില് 36-ാമത്തെ വാക്യം വായിക്കുന്നു. ദേശം ഉറ്റുനോക്കുവാൻ ആ. മോശ അയച്ചവരും മടങ്ങി വന്ന് ദേശത്തെ ഉറ്റുനോക്കുവാൻ മോശ അയച്ചവരും മടങ്ങി വന്ന് ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ ദേശത്തെക്കുറിച്ച് കണ്ട് നല്ല കാര്യം പറയാൻ വേണ്ടി മടങ്ങി വന്ന അമ്മയെ പറഞ്ഞു വിട്ട ജനം, People who are meant to spy and tell the good things, മടങ്ങി വന്നൊരു കാര്യം ഒറ്റുനോക്കുവാൻ വേണ്ടി and as they spied out the land, തിരിച്ചു വന്ന നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടവന്മാര്, and they have been meant to say the good things from the land, അവർ തിരിച്ചു വന്ന് but when they came back, ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞു. ദേശത്ത് ഒരു കാലത്ത് നടക്കത്തില്ല. and they kept saying all the bad reports. ദേശം ഒരു സഭയാകുമെന്ന് വെൽവിൻ ബ്രദർ പ്രാർത്ഥിച്ചു.
And he said that prayed that the church അത് is നമ്മുടെ dedicated, വിശ്വാസമാണ്. and that's our belief. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് ദേശത്തെ മുഴുവനെയും നമ്മുടെ കൈകളിൽ എത്തിക്കുവാൻ ദൈവത്തിന് സാധ്യമാണ്. We are able to possess the land by ഐ ourselves, ബിലീവ്, ഞാനത് വിശ്വസിക്കുന്നു, and we believe in that. ഞാനത് നിരന്തരം ഏറ്റുപറയുന്നു. I keep confessing that ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. there is nothing impossible ഒരാളെ for തന്ന God. ദൈവത്തിന് 1,00,000 പേരെ തരാം. And even if God gives 1,00,000 1, പേരെ he can തരുന്ന give lakhs. ദൈവത്തിന് 10,00,000 തരാം. If he gives lakhs, he can give 10 lakhs. അതിന് സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത് വേണമെന്ന് മാത്രം. And all that we need is supernatural ദേശം faith. കണ്ട് മടങ്ങി വരുവാൻ വേണ്ടി, നന്മകളെ കണ്ട്, അനുഗ്രഹങ്ങളെ കണ്ട്, വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങളെ കണ്ട് മടങ്ങി വരുവാൻ വേണ്ടി പറഞ്ഞുവിട്ട ജനം തിരിച്ചു വന്ന് The people who went to spy the land and tell all the good things and promises, പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. but when they returned and said, ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞു, as they were leading congregation to grumble, സഭ മുഴുവനും അവന് വിരോധമായി പിറുപിറുപ്പാൻ സംഗതി വരുത്തി വരും. as they led all the congregation to grumble അടുത്ത against ഭാഗം. him, ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുൻപാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. and all the men who brought the bad report died by a plague. ദുർവർത്തമാനം പറയാനല്ല ദൈവം നിന്നെ വിളിച്ചത്. God did not call you to say all the negative things. ദൈവം നിന്നെ കുറിച്ച് വിളിച്ചത് ശുഭകാലം പറയാൻ വേണ്ടിയാണ്. God brought you so that you will tell all the good things about your life, ശുഭഭാവി പറയാൻ വേണ്ടിയാണ്. to talk about your fortune. എന്ത് കണ്ടാലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. There are sometimes people keep always telling the negative things. വലിയ ഹോള് പണിതാ പറയും ഇത്രയും പേരിരിക്കാൻ ആളെ എവിടെ നിന്ന് കിട്ടും? Now when you have a bigger hall, they'll say like, why do you need such a big hall? എയർ കണ്ടീഷൻ മേടിച്ച് വെച്ചാൽ പറയും കറണ്ട് ബില്ല് എങ്ങനെ അടയ്ക്കും? Now when you buy an air conditioner, they say, how are you going to pay the electricity bill? അവരുടെ കണ്ണിൽ എല്ലാം നെഗറ്റീവാ. They see only the negative things around them. ശാപത്തിന്റെ കീഴിലാ. Now they're under a curse. അവർക്ക് നല്ല കാര്യങ്ങൾ പറയാൻ അറിഞ്ഞുകൂടാ. They have nothing good to say. അവർ കാണുന്നവരെ കുറിച്ചല്ല നെഗറ്റീവ് പറയത്തുള്ളൂ. All they say is about negative things. നാപ്പോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടാകുമോ? Now they say, if you pray like this, will you get answers? ഒരു പണിയില്ലാത്തവർ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നേ. Now sometimes people ബ്രദർ, think there's no നിനക്ക് one answer. സമയമില്ലെങ്കിൽ നീ വരണ്ട, പക്ഷെ ദുർവർത്തമാനം പറയരുത്. Now if you don't have time, you don't have to come, but don't സിസ്റ്റർ, നിനക്ക് സമയമില്ലെങ്കിൽ നീ വരരുത്, പക്ഷേ ദുർവർത്തമാനം പറയരുത്. and do not take all the negative things like that. അന്യഭാഷയിൽ പ്രാർത്ഥിക്കൂ. അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? Now is there a way that you pray in നിനക്ക് tongues? അറിയത്തില്ലെങ്കിൽ നീ മിണ്ടരുത്. Now if you don't have it, then you don't talk about പക്ഷേ ദുർവർത്തമാനം സംസാരിക്കരുത്. it. And also do not take all the evil അവർ things. നാടിനെ കുറിച്ച്, നാടിനെ കണ്ടാലും, അവൻ നാട്ടിലെ സാഹചര്യങ്ങൾ കണ്ടാലും, എന്ത് കണ്ടാലും അവർ നെഗറ്റീവേ പറയത്തുള്ളൂ. And whatever they see around them, they keep being pessimistic. നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കുന്ന ചാനലുകൾ അവർ നിരന്തരം കണ്ടുകൊണ്ടിരിക്കും. They always they look for all the autognostic thoughts. ചാനലുകളിലൂടെ ഒഴുകുന്ന മുഴുവൻ നെഗറ്റീവ് റിപ്പോർട്ടുകളാണ്. And they all look for all this counteractive things. മാധ്യമങ്ങൾ, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നെഗറ്റീവ് റിപ്പോർട്ടുകൾ പറയുമ്പോൾ And as the world keeps telling all the ഇതാ negative news, ദൈവം നിന്റെ അപ്പൻ നിന്നോട് പറയുകയാണ്, now your father says this to you. വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വന്നാൽ നീ വെള്ളം മൂക്കത്തില്ല. Now even if you have to walk through the water, you will not be drowned. തീയുടെ നടുവിലൂടെ നീ പോകേണ്ടി വന്ന തീ നിന്നെ പൊള്ളൽ If you ഏൽപ്പിക്കുകയില്ല. walk through the fire, you will not be scorched in. ദുർവർത്തമാനം പറയരുത്. Do not speak all the evil എന്ത് things. സംഭവിച്ചു? ഈ മോശ ഉറ്റുനോക്കുവാൻ പറഞ്ഞുവിട്ട ജനം തിരിച്ചു വന്ന ദുർവർത്തമാനം പറഞ്ഞ മുഴുവൻ എണ്ണത്തെയും ദൈവം തീർത്തു കളഞ്ഞു. And as the people were speaking all these negative things, God has അവനെ taken them in. വെച്ചുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. And with having all these people, the community ഒരു can't move തലമുറയ്ക്ക് forward. മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. The Israel people can't walk ഒരു കൂട്ടം forward. ജനത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. The crowd can move further. വിശ്വാസം പറയുന്നവർ, And people who speak faith, വിശ്വാസം കാണുന്നവർ, people who see in faith, വിശ്വാസത്തിന് വെളിപ്പാടുള്ളവർ, people who have the revelation അവർ of faith. വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കും. As they keep speaking അവർ faith, വിശ്വാസം വിതച്ചുകൊണ്ടിരിക്കും. as they keep sowing faith, വിതയ്ക്കുന്ന വിശ്വാസം നാളുകളിൽ മുളച്ചു as they വന്നുകൊണ്ടിരിക്കും. sow faith, they're going to have the harvest of it. ഓ റിബാല വൈശസിയാന്തനിയ ഹല്ലേലൂയ. നെഗറ്റീവ് പറഞ്ഞവർ, ഇല്ലായ്മ പറഞ്ഞവർ, ദാരിദ്ര്യം പറഞ്ഞവർ അതുകൊണ്ട് അവസാനിക്കുമ്പോൾ When people keep talking about hostile, adverse and poverty, നന്മ പറയുന്നവർ നന്മയെ ആമേൻ ഭക്ഷിച്ച് ജീവിക്കുന്നവരായി മാറും. and people who speak goodness shall enjoy and reap goodness. അവസാനമായിട്ട് ഇന്ന് പകൽ ഞാൻ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത്, And I want to tell you something more. മാതാപിതാക്കളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശാപവാക്കുകളാൽ തകർന്നു പോകുന്ന തലമുറകളെ കുറിച്ചാണ്. And there are lots of generation who have been brought down by the words of parents. ഉൽപ്പത്തി പുസ്തകം 35-17 മുതൽ 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ റാഹേൽ തൻ്റെ മരണസമയത്ത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്ത് അവൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. And we can see that in Genesis chapter 35 verse 17, Rachel was having her last breath. അവൾ ആ സമയത്ത് ആ കുഞ്ഞിനൊരു പേരിട്ടു. തന്റെ മരണസമയത്ത് ആ കുഞ്ഞിനൊരു പേരിട്ടു. As she was undergoing this labor and the last breath, at that ആ point കുഞ്ഞിന്റെ പേര് ബെനോനി എന്നായിരുന്നു. she named him as Ben-Oni. ബെനോനി എന്ന വാക്കിന്റെ അർത്ഥം And what is the name of that word? വ്യസനപുത്രൻ എന്നാണ്. A son of my sorrow.
ഈ വാക്ക് കേട്ട് അവൻ മനസ്സിലാക്കിയ അവന്റെ അപ്പൻ As the father Jacob was clear അവൻ having an ജീവിതത്തിൽ idea, തകർക്കപ്പെട്ടവനായിരുന്നു. even though he went to lots of അവൻ destruction, സഹോദരനെ വഞ്ചിച്ചവനായിരുന്നു. he was being deceived by his അതുകൊണ്ട് തന്നെ brother, അവൻ എവിടെ പോയാലും അവനെ കാത്തിരിക്കുന്ന വഞ്ചനയായിരുന്നു. and so that is why he was also having all അതുകൊണ്ട് this അവന് മനസ്സിലായി ഈ ചെറുക്കൻ ഈ പേര് കേട്ട് വളർന്നാൽ ഇവൻ എന്നും വ്യസനപുത്രനായിരിക്കുമെന്ന്. and so he knew that by this name this life അവൻ അതുകൊണ്ട് അവന് ബെന്യാമിൻ അഥവാ ബെഞ്ചമിൻ എന്ന് പേരിട്ടു. and then his father called him as ബെഞ്ചമിൻ Benjamin. എന്ന വാക്കിന്റെ അർത്ഥം And what does it mean? ശുഭലക്ഷണമുള്ളവൻ. And he's been blessed, son of ആമേ the right മക്കൾ hand. ഉണ്ടാകുമ്പോൾ ഇടുവാൻ കൊള്ളാകുന്ന ഒരു പേരാണ് ബെഞ്ചമിൻ. And I'm suggesting a name. ശുഭലക്ഷണമുള്ളവൻ, It's a nice name. നല്ല ലക്ഷണമുള്ളവൻ. Son of a good one. ബെനോനി എന്ന പേര് കേട്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? And is there any problem with നീ എന്താണോ നിന്നെ കുറിച്ച് നിരന്തരം കേൾക്കുന്നത് നാളുകളിൽ നീ അതായി തീരും. And what you're hearing about you constantly is what you become the ഇളയവനെ ഒന്നിനും കൊള്ളത്തില്ല. Now the one you will say ഒരു മുളയില്ല. you don't have much brain. മൂത്തവൻ പിന്നെയും ബെറ്ററാ. You say the elder one is much better. ആമേൻ. അവളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. But you say the other one is അവൻ good. മിടുക്കനാ. But the other one is better. അപ്പന്മാരെ നിങ്ങളുടെ വായിൽ നിന്ന് അത് പുറത്തു വരരുത്. Now fathers, do not say ദൈവം things like രണ്ട് this. കുഞ്ഞുങ്ങളെ തന്നാൽ If God has given you two രണ്ട് kids, കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. both of them are blessed. മൂന്ന് മക്കളെ കെട്ടിയാലും If God has given you three, മൂത്തവളെ ഡോക്ടർ ആയിരിക്കാം. now maybe the elder one is a ഇളയവൻ doctor. +2 കഴിഞ്ഞിരുന്ന അവൻ അപകടം കൊണ്ട് അവസാനിച്ചിട്ടുണ്ടായിരിക്കാം. Maybe you just not have much ലോകത്തിന്റെ education. യോഗ്യത കൊണ്ടല്ല നിന്റെ തലമുറയെ നീ അളക്കേണ്ടത്. നേരെ മറിച്ച് ദൈവം പറയുന്നത് പോലെ നിന്റെ മക്കളെ കുറിച്ച് നീ നല്ലത് പറയുക. You're not going to scale up your family by just words. ഇളയ പൈതൽ പുത്തൻകുരിശിലും മൂത്ത പൈതൽ ന്യൂസിലാൻഡിലും ആയതുകൊണ്ട് വേർകൃത്യമുണ്ടാകരുത്. Not just because someone is better than others. There should not be പാർഷ്യാലിറ്റി partiality. ഉണ്ടാകരുത്. There should not be any partiality. എവിടെയായിരുന്നാലും അവർ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് നിന്റെ ഹൃദയം കൊണ്ട് നീ പറയാൻ കഴിയണം. From your own heart, you'll have to still 3000 bless. രൂപ ശമ്പളം വാങ്ങുന്നവന് 30,000 രൂപ ശമ്പളം വാങ്ങുന്നവന് ദൈവം നിനക്ക് തന്ന കുഞ്ഞുങ്ങളാണ്. Now, no matter how much they earn, both are your children. അവനെ എഞ്ചിനീയറിംഗിന് എ ഗ്രേഡ് കൂടി പാസ്സായവനും And maybe he cleared his exam. ആമേ സി ഗ്രേഡ് കൂടി പാസ്സായവനെ കുറിച്ച് നീ ഒരേ വാക്കേ പറയാവുള്ളൂ. There is someone who has got degraded, but still you'll have to have same words about them. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? How many of you are നിന്റെ believing കുടുംബത്തെ പണിയേണ്ടത് നീയാണ്. it? You are supposed to നിന്റെ construct your തലമുറകളെ family. ഉയർത്തേണ്ടത് നിങ്ങളുടെ വായായിരിക്കണം. ഇന്ന് പകൽ നിന്റെ വായ കൊണ്ട് നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. And that is why you'll have to use നിന്റെ your tongue to bless കൊച്ചുമക്കളെ your children. അനുഗ്രഹിക്കണം. You'll have to bless നിന്റെ your grandchildren. ചുറ്റുപാടുമുള്ള സകലത്തെയും അനുഗ്രഹിക്കണം. With your own mouth. നിന്റെ Bless your അഗ്രികൾച്ചറിനെ surroundings. നീ അനുഗ്രഹിക്കണം. Bless your agriculture. നിന്റെ സമ്പത്തിനെ നീ അനുഗ്രഹിക്കണം. Bless your നിന്റെ property. ബിസിനസിനെ നീ അനുഗ്രഹിക്കണം. Bless all that you നാട്ടിൽ have. നടക്കുന്ന വാസ്റ്റുമാരെ കൊണ്ട് വന്നല്ല നീ അനുഗ്രഹിക്കേണ്ട, നിന്റെ വായ കൊണ്ട് നിന്റെ വീട്ടിൽ നിന്ന് നീ അനുഗ്രഹിക്കണം. Not someone else comes and prays for you, but you use your mouth. അങ്കിൾ ഇളയമോന്റെ കാര്യം, ഇളയമോൻ എങ്ങനെയുണ്ട്? അവന്റെ റിസൾട്ട് ആർക്കറിയാം എന്നല്ല നീ പറയേണ്ടത്. കൃപയാൽ അവന് കർത്താവ് ഒരു നല്ല ജയം കൊടുക്കും. You'll have to always tell positive things. By grace, God has given everything that I look for. 10 മണിക്കൂർ ഇരുന്ന് ഉറക്കളച്ച് പഠിച്ചത് കണ്ടുകൊണ്ടല്ല നീ മാർക്ക് ഇടേണ്ടത്. Not because you put all your efforts, you're getting നീ what you അവനെ കുറിച്ച് wanted. നല്ലത് പറയുക. But when you speak good things, ഒരുപാട് മക്കളുടെ കഴുത്ത് പൊങ്ങാതിരിക്കുക. most of the time our children are not exalted. ഒരുപാട് കുഞ്ഞുങ്ങൾ ബെനോനിമാരുടെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരാ. Most of the time children have been affected with സ്തോത്രം. sorrow. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഈ സഭയ്ക്കകത്തുള്ള മാതാപിതാക്കളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ച് കൽപ്പിക്കുകയാ. നിങ്ങളുടെ മക്കളെ കുറിച്ച്, മക്കളെ നോക്കി നിങ്ങൾ നന്മകളെ വിതയ്ക്കുന്നവരാകുക. I prophesy to all the parents here that sow goodness about your children. നിങ്ങൾ അങ്ങനെ നന്മകളെ വിതയ്ക്കുന്നവരായാൽ അവർ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകാൻ തുടങ്ങും. As you start sowing goodness in them, their atmosphere is going to change. മാറാൻ തുടങ്ങും. They'll also change. രാവിലെ എഴുന്നേറ്റിട്ട് പെൺകൊച്ചിനെ നോക്കി ഹല്ലേലൂയ നെഗറ്റീവ് പറയും. And as the child wakes up, you may say negative about the child. വൈകുന്നേരം കാണുമ്പോൾ നെഗറ്റീവ് പറയും. And when you see somebody else out, അതുകൊണ്ട് കഴിയുമ്പോഴത്തോളം അവൾ മുറിക്കകത്ത് പുറത്ത് വരത്തില്ല. And so most of the time children ഡൈനിങ് avoid. ടേബിളിൽ ഒരുമിച്ച് വരത്തില്ല. And they don't come and അപ്പനെ sit with കാണുമ്പോൾ you. പേടിയാ. They are afraid of ഇന്ന് you. പകൽ ദൈവസ്ഥാനത്തിൽ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചോ. But you'll have to just tell that to God. ഉയർച്ച തരുന്ന ഒരു ദൈവത്തിന്റെ കൈകളിലാണ് നിന്റെ മക്കൾ സുരക്ഷിതമായിരിക്കുന്നതെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിഞ്ഞ് അനുഗ്രഹിക്കുവാൻ തുടങ്ങിക്കോ. Your children are safe in the hands of God, and so to start telling നിന്റെ good things. ഭവനത്തിനകത്ത് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കാഹളത്തെ പാമേ സ്വർഗം ഇന്ന് പകൽ നീട്ടി ഊതാൻ പോവുകയാണ്. And that is how Gavin is going to have a celebration on your own home. ബെനോനി എന്ന പേര് മാറ്റി ബെഞ്ചമിൻ എന്ന് പേരിട്ടു. He changed his name from Benoni to Benjamin. അവൻ ചതിയുടെ തിക്തഫലം അനുഭവിച്ചവനാണ് അവൻ അപ്പൻ.
Because Jacob has experienced more in അയാൾ his life. എവിടെ പോയി? ലാബാന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഹല്ലേലൂയ, ലാബാന്റെ പെൺമക്കളെ കൊടുക്കുന്ന കാര്യത്തിൽ അവൻ ചതിക്കപ്പെട്ടു. അവൻ അധ്വാനിച്ച കൂലി കിട്ടുന്ന കാര്യത്തിൽ അവൻ ചതിക്കപ്പെട്ടു. Jacob has been deceived in many places in his life. നീ ആരെങ്കിലും ചതിച്ചാൽ അതിന്റെ തിക്തഫലം നീ എവിടെ ചെന്നാലും നിന്റെ തലയിൽ കിടക്കുമെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞുകൊള്ളുക. Now, if you are going to deceive someone else, you will have to also reap it back. മാതാപിതാക്കളുടെ വാക്കുകൾക്ക് ശക്തിയേറിയ അധികാരമുണ്ട്. The power that have a great authority in the words of parents. ആമേൻ. തലമുറകളെ നോക്കി അവൻ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ And if you tell to your generation that is going to be അവൻ exalted, ഉയർച്ച തന്നെ പ്രാപിക്കും. he will be really honored. സഭയുടെ ശുശ്രൂഷകൻ ആത്മീയ പിതാവായതുകൊണ്ട്, ഞങ്ങൾ ആത്മീയ മാതാപിതാക്കളായതുകൊണ്ട് നിങ്ങളെ നോക്കി ഉയർന്നു വരട്ടെ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, നിങ്ങൾ ഉയർന്നു വന്നിരിക്കും. Now, as your spiritual parents, when we say that you will be grown, that you will definitely have നിങ്ങളുടെ exaltation. ഫിസിക്കൽ, നിങ്ങളുടെ ശാരീരിക മാതാപിതാക്കളെയും നിങ്ങളുടെ ആത്മീയ മാതാപിതാക്കളെയും നിങ്ങൾ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. And so do not grieve them, grieve your spiritual parents. നിങ്ങൾ and ഒരിക്കലും spiritual parents. വേദനിപ്പിക്കരുത്. And do not hurt them. കാരണം എന്താ, നിങ്ങൾക്ക് മേലോട്ട് വളരാൻ കഴിയാതെ വരും. And so if you're going to do that, then മേലോട്ട് you will not grow. വളരണമോ? If you wanted to have exaltation, മേലോട്ട് വളരണമോ? do you want to keep growing up? ആത്മീക മാതാപിതാക്കളുടെ ശാരീരിക മാതാപിതാക്കളുടെ അനുഗ്രഹത്തെ നിങ്ങൾ അനുഭവിച്ചു കൊള്ളണം. എന്നാൽ ഇന്ന് പകൽ മാതാപിതാക്കളുടെ വാക്കുകളാൽ ശാപത്തിന് കീഴിൽ, ദണ്ഡനത്തിന് കീഴിൽ കിടക്കുന്ന സകല ജനത്തെയും പുറത്തെടുക്കാൻ പോകുന്ന ഒരു വാഗ്ദത്ത സന്ദേശം ഈ സന്ദേശത്തിനൊടുവിൽ നിങ്ങളുടെ മേൽ ഞാൻ കൈമാറാൻ പോവുകയാണ്. I'm going to give you that way that how you can set yourself delivered from all the അബ്രാം എന്ന് പേര് മാറ്റി അബ്രഹാം ആക്കി. and how Abraham's name was changed into Abraham. സാറായി എന്ന പേര് മാറ്റിയിട്ട് സാറ എന്നാക്കി. Sarah's name was changed into Sarah. ബെനോനിയെ ബെഞ്ചമിനാക്കി. And how Benoni is turned into Benjamin. ശീമോനെ പത്രോസാക്കി. How Simon is turned into Peter. ശൗലിനെ പൗലോസാക്കി. How Saul turned into Paul. അങ്ങനെ ദൈവം പേരുകളെ മാറ്റി അനുഗ്രഹിച്ചു. And God has turned people's name in the way and blessed. വിശ്വാസത്തിൽ ചിലരുടെ പേരുകളൊക്കെ വിളിക്കും, അയ്യോ അതല്ല ഞാൻ മറ്റേതാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. Sometimes when we say this name, they say, oh, this is not my name. എത്ര പേർ സന്തോഷിക്കുന്നു ഇന്ന് പകല്? How many of you are happy this എത്ര പേരുടെ afternoon? ആത്മാവ് ഇന്ന് പകൽ ആനന്ദിക്കുന്നു ഇന്ന് പകല്? How many of you are അവർ rejoicing in the ആത്മാവിൽ spirit? അല്പനേരം അന്യഭാഷകളൊന്ന് സംസാരിച്ചേ. ഞാൻ ദൈവാത്മാവിൽ ഒരു വെളിപ്പാട് ഇന്ന് പകൽ കാണുകയാണ്. I'm seeing a revelation in ഒരു the spirit. മൺകുടത്തിനകത്ത് മൺകുടം പൊട്ടിയിട്ട് And there's a mud pot and it's broken. അതിനകത്തുള്ള എണ്ണ പുറത്തേക്ക് ഒഴുകുന്നത് പോലെ And as the oil which is inside it is flowing out. ഭയങ്കര ദൈവിക ഫേവർ, ദൈവത്തിന്റെ പ്രസാദം ഇന്ന് ഒരുപാട് മാതാപിതാക്കളുടെ മേലെ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. God is going to transfer a greater favor to most of the parents here. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. Let it happen in the name of Jesus. സംഭവിക്കട്ടെ. അനുഗ്രഹത്തിന് ഇടമില്ലാത്ത ഇടത്തെല്ലാം അനുഗ്രഹം ഒഴുകാൻ പോവുകയാണ് ഇന്ന് പകൽ. Wherever there was no blessing, the blessing is going to flow in. ഇവരുടെ എല്ലാം പേര് മാറിയപ്പോൾ ഇവിടെ എല്ലാം സ്വഭാവം മാറി. As their names change, their characters and nature also change. ആളിൽ നിങ്ങൾ എന്ത് കേൾക്കുന്നോ അതത്രയും നിങ്ങൾ. What you hear, that's what you become. എന്നാൽ ഇവിടെ പേര് മാറിയപ്പോൾ ഇവിടെ എല്ലാവരുടെ സ്വഭാവം മാറി. And as their names change, their characters and nature has been ഹല്ലേലൂയ. changed. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. ദൈവത്തിന്റെ വായ് കൽപ്പിക്കുന്ന പുതിയ പേര്. The mouth of the Lord shall tell a new name. ദൈവത്തിന്റെ വായ കൽപ്പിക്കുന്ന പുതിയ പേര്. As the mouth of the Lord tells a new name. നിന്റെ മേൽ ദൈവം ഇടും. And that shall be how you will be called. നീ പഴയ പേരിൽ ഇനി അറിയപ്പെടത്തില്ല. You will not be known by your old name. നിനക്ക് ദൈവം ഒരു പുതിയ പേരിടാൻ പോവുകയാണ്. God is going to give you a new name. എത്ര പേർ വിശ്വസിക്കുന്നു? How many of you are believing it? അബ്രാം ഇറങ്ങുമ്പോൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പേരുമാറുമെന്ന്. When Abraham was dropping down, he did not think of his name. ജനനത്തിലെ തകർച്ചയുടെ പേര് വീണ ബെനോനി പ്രതീക്ഷിച്ചില്ല താൻ ബെഞ്ചമിനാകുമെന്ന്. Benoni did not expect his name to be changed as Benjamin. സാറായി പ്രതീക്ഷിച്ചില്ല സാറയാകുമെന്ന്. Sarah did not believe that her name is going to be turned as Sarah. വെളിപ്പാട് പ്രാപിക്കാൻ യേശുവിനെ കൂടെ കൂടിയപ്പോൾ ശീമോൻ പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു പേര് തന്നെ മേൽ വരുമെന്ന്. Simon was not having any aware of what his name is going to be changed as. ശൗലും പ്രതീക്ഷിച്ചില്ല ക്രിസ്ത്യാനികളെ കൊന്നു നടന്നവനെ അവൻ പുതിയ പേര് പോൾ എന്ന പേരിട്ടുകൊണ്ട് അവനെ അപ്പസ്തോലനാക്കി മാറ്റി ദൈവത്തിന്റെ ശക്തിയെ അവന്റെ മേൽ വെളിപ്പെടുത്തുമോ എന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. Saul had no expectation
expectations of him turning into an യെസ്, apostle Paul. ആത്മാവ് ഇന്ന് പകൽ പ്രവചിക്കുക, നിനക്കൊരു പുതിയ പേരിടാൻ പോവുകയാണ്. Holy Spirit says that I'm going to give you a new name. തകർന്നവരെ, ഉടഞ്ഞവരെ, ചോദിച്ചങ്ങൾക്ക് ആമേൻ, വേദനിക്കുന്നവരെ പരിശുദ്ധിയാത്മാവ് ദൈവം ഇന്ന് പകൽ പറയും, സ്വർഗം നിനക്കൊരു പുതിയ പേരിടും, പുതിയ പേരിടും, പുതിയ പേരിടും. സ്വർഗം നിനക്കൊരു പുതിയ പേരിടും. Heaven is going to give you a new എത്രവർ name. വിശ്വസിക്കുന്നുണ്ട്? How many of you are believing it? പുതിയൊരു പേരിടും. There's going to be a new name for you. മറിയാമെന്നോ ചാക്കോച്ചനെന്നോ സൂസനെന്നോ എന്നല്ല, ദൈവം നിന്നെ വിളിക്കുന്നത്. The way that God is going to call you, ദൈവം ഒരു പുതിയ പേരിടും. He is going to give you a new name. വായിക്കുന്ന ഭാഗം ഒരിക്കൽ കൂടി വായിക്കുന്നു, തുടക്കം മുതൽ വായിക്കുന്നു. വായിച്ചു. ജാതികൾ നിന്റെ നീതിയെയും ജാതികൾ നിന്റെ നിധിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. കാണും. പിന്നെ യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് ദൈവത്തിന്റെ വായ കൽപ്പിക്കുന്ന പുതിയ പേര്. അയ്യോ, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ? ദൈവം പറയുന്നു, ഞാൻ നിനക്കൊരു പുതിയ പേരിട്ടിട്ട് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകും. As the scripture says, it's going to give you a new name, and with that new name you're going to move അടുത്ത forward. ഭാഗം ശ്രദ്ധിച്ചു കേട്ടോ. യഹോവയുടെ കയ്യിൽ മതി. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നീ ഭംഗിയുള്ള ബദർ, നീ ഭംഗിയുള്ള കിരീടമാണ്. ആരുടെ കയ്യിൽ? ദൈവത്തിന്റെ കയ്യിൽ. You are a beautiful crown in God's hand. നിന്റെ അപ്പൻ നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. Now if your father says that you don't deserve നിന്റെ it, അമ്മ നീ ഉടഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞു. if your mother says that you're not fit enough, മറ്റുള്ളവരുടെ പേരുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ പോലെ ആരെക്കൊള്ളും, ഒന്നിനും കൊള്ളാത്തവളെന്നും കൊള്ളാത്തവനെന്നും നിന്റെ മേൽ മുദ്രയിട്ടോ. when people have been compare yourself and put you എന്നാൽ down, പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിന്റെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടമാണ്. but Holy Spirit says that you are a beautiful crown in His hand. നീ ഭംഗിയുള്ള കിരീടം എന്ന് പറയാൻ തലയാട്ടിയിരിക്കാതെ വായ തുറന്ന് ഏറ്റുപറഞ്ഞ് വിശ്വസിക്ക്, ഞാൻ ദൈവത്തിന്റെ കയ്യിൽ ഭംഗിയുള്ളൊരു കിരീടമാണ്. Open your mouth and confess it and believe it and ലോകം accept it. നോക്കുമ്പോൾ ഇതുവരെ എനിക്കൊരു ഭംഗിയില്ലായിരുന്നു അല്ലേ? Now the world says you may എന്നാൽ not be ഈ beautiful, സൺഡേ സർവീസിൽ വെച്ച് പരിശുദ്ധാത്മ പറയുന്നു, but now at Sunday service, നിന്നെ Holy Spirit says, ഭംഗിയുള്ള കിരീടമുള്ള വ്യക്തിയാക്കി He has turned you into a beautiful crown. സ്വർഗം മാറ്റുകയാണ്. It is heaven is changing you. സ്വർഗം മാറ്റുകയാണ്. Heaven is transforming അടുത്തിരിക്കുന്ന വായി തുറന്ന് പറ, ഞാൻ ഭംഗിയുള്ള കിരീടമാണ്. Tell your neighbor that I am a beautiful ഞാൻ crown. ഭംഗിയുള്ള കിരീടമാണ്. I am a gorgeous crown. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ കയ്യിൽ ഒരു രാജമുടിയും And as you are being a royal diadem in God's ആയിരിക്കും, hand, ആയിരിക്കും, ആയിരിക്കും, ആയിരിക്കും. ഇന്നലകളിൽ ആയിരുന്നല്ല, ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടമാണ്. and God says that you are നീ a beautiful crown. വെട്ടിത്തിളങ്ങുന്ന ഒരു കിരീടമാണ്. You are a glowing കിരീടം crown. കാൽച്ചുവട്ടിൽ വെക്കുന്ന ഒന്നല്ല, കിരീടം തലയുടെ മേൽ വെക്കുന്ന ഒന്നാണ്. The crown is not meant to അത് be kept down. അധികാരത്തെ കാണിക്കുന്നു. It is to be on the head അത് with അധികാരത്തിന് മേലുള്ള ശക്തിയെ കാണിക്കുന്നു. And it shows the power ആ of നിലകളിൽ authority. പരിശുദ്ധയാത്മാവ് ഇന്ന് പകൽ നിന്നെ വാർത്തെടുക്കുകയാണ്. അവന്റെ കയ്യിലെ കിരീടമായി, രാജമുടിയായി പരിശുദ്ധയാത്മാവ് ഇന്ന് പകൽ നിന്നെ മാറ്റുകയോ സിസ്റ്റർ. നീ തന്നെ വായി തുറന്ന് പറയണം, ഞാൻ ദൈവത്തിന്റെ കയ്യിൽ ഒരു കിരീടമാണെന്ന്. You will have to confess it with your പ്രസംഗത്തിന് mouth, say, മാർക്കിട്ട് പോകാനല്ല ഇന്ന് പകൽ കർത്താവ് കൊണ്ടുവന്നത്. God has brought you to സ്തോത്രം. confess വായി it. തുറന്ന് പറയണം, ഞാൻ ദൈവത്തിന്റെ കയ്യിൽ ഹല്ലേലൂയ ഒരു കിരീടമാണ്. You have to tell it by your mouth. അമ്മേന്റെ that I am a അമ്മായിമ്മ crown. എന്നെ എന്തു വിളിച്ചാലും ദൈവത്തിന് സ്തോത്രം. അമ്മേൻ എന്റെ ഭർത്താവ് നിന്നെ ഒന്നിനെ കൊള്ളത്തില്ല, നീ കറി വെക്കുന്നതിന് ഒന്നിനെ ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ കർത്താവ് പറയുകയാണ്, നീ അവന്റെ കയ്യിൽ ഒരു കിരീടമാണ്. No matter what your husband or someone else says, but God says you are a crown in His hand. ഈ സഭയെ നോക്കി ഈ ആത്മാവ് ഞാൻ പ്രവചിക്കുന്നു, നിങ്ങളെല്ലാം ദൈവത്തിന്റെ കയ്യിലെ ഒരു കിരീടമാണ്. I am prophesying it towards my church that you are all beautiful crowns in His hand. അടുത്ത വാക്യം വായിക്കുന്നു. നിന്നെ ഇനി അസൂബ തെക്ത എന്ന് വിളിക്കുകയില്ല. റിജക്റ്റഡ് ആയ, എല്ലാവരാലും ഒഴിവാക്കപ്പെട്ട, എല്ലാവരാലും തകർത്ത് കളഞ്ഞ, ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയുടെ പേര് അസൂബ എന്ന് വിളിക്കുകയില്ല. അസൂഭ എന്ന് നിന്നെ ഇനി ആർക്കും വിളിക്കാൻ പറ്റത്തില്ല. There is no way that anyone is going to turn you as term you as forsaken or desolate. നേരെ മറിച്ച് നീ ആരായി തീരും? നിന്റെ ദേശത്തെ ഷെമാമ എന്ന് പറയുകയുമില്ല. ദേശത്തിൽ ശൂന്യത അല്ലേ, ശൂന്യം. നിന്റെ കയ്യിൽ ഒന്നുമില്ല, നീ ഒരു empty vessel. Now you may be thinking that I have nothing that I can claim to. നിന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് ആർക്കെങ്കിലും നിന്നെ ആവശ്യമുണ്ടോ എന്ന് നിന്നോട് ഒരു മനുഷ്യനും ഒരു സാത്താനിക ശക്തികൾക്കും ചോദിക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ശൂന്യതകളുടെ മേൽ ദൈവം നിറവ് പകരാൻ പോകുക. So all that emptiness, God is going to fill it with you. ഹല്ലേലൂയ. നിന്നെ നിറവാക്കി മാറ്റാൻ പോവുകയാണ്. He's going to turn you into fullness. അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, നിനക്ക് ഹെപ്സിബ എന്നും നിന്നെ ഹെക്സിബ എന്നും ബ്യൂള എന്നും, ഇനി ആരുമില്ലാത്തവളെന്നോ തിരസ്കരിക്കപ്പെട്ടവളെന്നോ അല്ല നിന്നെ വിളിക്കാൻ പോകുന്നത്. ബ്യൂള എന്നും ഹെക്സിബ എന്നും
God is not- നിന്നെ വിളിപ്പാൻ God is not going to call you as forsaken or desolate, but He's going to call you as Hephzibah or Beulah as He delights in you. ദൈവത്തിന് പദ്ധതിയുണ്ട്. And God has a plan accordingly. നിന്റെ നാവ് കൊണ്ട് As your own mouth, നിന്റെ മേൽ കയറി വന്ന ശാപങ്ങൾക്കകത്ത് നിന്ന് and from all the curses that has come ദൈവം upon, നിന്നെ പുറത്തു കൊണ്ടുവന്ന് as God brings you out, നിറവുള്ളവളെന്ന്, and He fills you with fullness, ശക്തനെന്ന്, and to empower you, അനുഗ്രഹിക്കപ്പെട്ടവനെന്ന്, as to be staying ദൈവത്തിന്റെ കയ്യിലെ കിരീടമെന്ന് as you're a beautiful crown in നിനക്ക് His പേർ hand, പറയുന്ന വിധത്തിലേക്ക് and your name to be known നിന്റെ നാവിന്മേലുള്ള ദോഷങ്ങളിൽ നിന്ന് നിന്നെ പുറത്തെടുത്ത്, from all the curses and that was on upon your tongue, നാവിന്മേലുള്ള കയ്പകൾക്കകത്ത് നിന്നെ പുറത്തെടുത്ത് from all the bitterness of your ഒരു tongue. പുതിയ തലമുറയാക്കി റാഫ ഗ്ലോബൽ വർഷിപ്പ് സെന്ററുള്ള വിശുദ്ധന്മാരെ ഇന്ന് പകൽ പരിശുദ്ധാത്മ അഭിഷേകം ചെയ്യുകയാണ്. ഈ ശാപത്തിനകത്തു നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പുറത്തു വരുവാൻ കഴിയും? So how am I going to come out of this curse? ദാവീദ് ഒന്നിനും കൊള്ളാത്തവനായിരുന്നു. Now David was someone who wasn't തന്റെ worthy for സഹോദരന്മാർ it. യുദ്ധത്തിനായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ As his brothers were അവൻ to the battle, അവനൊരു ചെറുക്കനായതുകൊണ്ട് as he was young അവൻ വീട്ടിലിരിക്കാൻ വിധിക്കപ്പെട്ടവനായിരുന്നു. and he was meant to be at home, എന്നാൽ ഒരിക്കൽ അവന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടായിരുന്നത് കൊണ്ട് and since he had the anointing of God, യുദ്ധരംഗത്തേക്ക് അവൻ വരികയാണ്. he came to the battlefield. യുദ്ധരംഗത്തേക്ക് വരികയാണ്. As he came to the വരുന്ന warfield, വഴിക്ക് അവനോട് ചോദിച്ചു, നിന്നെ കൊണ്ട് എന്തിനെങ്കിലും കൊള്ളാമോ? and so people told him like, why are സ്തോത്രം. you here? അവൻ ഒരൊറ്റ മറുപടിയാ പറഞ്ഞത്, And he gave one answer, ഞാൻ എന്റെ ദൈവത്തിന്റെ നാമത്തിലാ വരുന്നത്. I have come in the name of my Lord. ഞാൻ എന്റെ ദൈവത്തിന്റെ നാമത്തിലാ വരുന്നത്. I have come in the name of ഇന്ന് my പകൽ God. എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ആമേൻ നിന്റെ നാവ് മുഖാന്തരം കയറിക്കൂടിയ സകല ശാപങ്ങളെയും കർത്താവ് എടുത്തു മാറ്റിക്കളയും. And in such a way that by the name of God, He's going to take away all the curses from the tongue. ഹല്ലേലൂയ. ഈ ദാവീദിനെ പോലെ പുറപ്പെടുവാൻ നീ തയ്യാറാകുമോ? Are you ready to live like David? യുദ്ധം ചെയ്യുവാൻ പുറപ്പെടാൻ തയ്യാറാകുമോ? Are you ready to go to the നിന്റെ കഴിവിൽ battlefield? നീ ആശ്രയിക്കരുത്. And don't depend on നിന്നെ your വിളിച്ച abilities. ദൈവത്തിൽ നീ ആശ്രയിക്കുമോ? Just believe in God. എന്റെ ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ കയറി വരുന്നത്. As he believed in God's എന്റെ name, ദൈവത്തിന് കഴിയാത്തായിട്ട് ഒന്നുമില്ല. there's nothing impossible അവൻ for God. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് He turns all the എന്ന് impossible വിശ്വസിച്ചുകൊണ്ട് possible. If you believe in that, നീ ഇന്ന് പകൽ എഴുന്നേൽക്കാൻ തയ്യാറായാൽ if you're ready to raise up, ഗോലിയാത്തെ Goliath, ഇസ്രായേൽ ജനത്തെ മുഴുവനെയും വെല്ലുവിളിച്ച, as he was screaming and calling the people of ഇസ്രായേൽ Israel, ജനത്തെ മുഴുവനെയും വെല്ലുവിളിച്ച as he was challenging the people of Israel, ദാവീദിനേക്കാൾ കഴിവുള്ള തന്റെ സഹോദരന്മാർ ഏലിയാബും ശമ്മയും ഒക്കെ മുഖം താഴ്ത്തി നിൽക്കുമ്പോൾ and all the brothers who are more talented than സ്തോത്രം, David, ദാവീദ് പറയുകയാണ്, എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കയറി വരുന്നു. they left stunned, but he says that I come in the name of the Lord. എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നെ വീഴ്ത്തും. And he says, in the name of my Lord, I'm ഇതുപോലെ going to മറ്റൊരു defeat വ്യക്തി you. ഉണ്ടായിരുന്ന ആലയത്തിൽ ഇരുന്ന് കരഞ്ഞ ഹന്ന, And such a way is where അവൾ Hannah prayed വിശ്വസിച്ചു, in God's ദൈവം presence. ഈ കയ്പിനകത്തു നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരും, She believed that God is going to ഈ turn from വേദനയ്ക്കകത്ത് bitterness. നിന്ന് പുറത്തു കൊണ്ടുവരും. He's going to give her freedom from my pain. ദാവീദിനെ ഈ പ്രശ്നത്തിനകത്തു നിന്ന് അവൻ മുഖാന്തരം ഇസ്രായേൽ ജനം മുഴുവനും പുറത്തു വന്നതുപോലെ Just like how David brought deliverance to the people of നിന്റെ Israel, നാവ് നിമിത്തം വന്നു കയറിയ സകല ശാപങ്ങൾക്കകത്തു നിന്നും ദൈവത്തിന് ഇന്ന് പകൽ നിന്നെ പുറത്തു കൊണ്ടുവരാനുണ്ട്. God has a plan to set you free from all the curses. ദാവീദിനെ that are brought upon. സഹായിച്ചതുപോലെ ഹന്നയുടെ ഭവനത്തിനകത്ത് അഥവാ ഹന്നയുടെ ഉദരത്തിനകത്ത് ദാൻ മുതൽ ബേർശബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനെ നൽകി കൊടുത്ത് ദൈവം അവളുടെ പ്രാർത്ഥനയെ, അവളുടെ കരച്ചിലിനെ, അവളുടെ കണ്ണുനീരിനെ ആദരിച്ചതുപോലെ ഇന്ന് പകൽ ദൈവത്തിന് നിന്നെ ആദരിക്കുവാനുണ്ട്. സങ്കീർത്തനക്കാരൻ 19-ാമത്തെയും 14-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിന് ധ്യാനവും ഒന്നു തന്നെ ആയിരിക്കട്ടെ. Let the words of my mouth and heart of my meditation of my ഹലോ heart be the ചേർച്ച്, same. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിലെ ചിന്തയും വായിലെ വാക്കും രണ്ടാകരുത്. Do not have two things like from your heart അത് and your ഒന്നായിരിക്കട്ടെ. different. Let them say same. അതൊന്നായിരിക്കട്ടെ. Let them be one. അപ്പോൾ മുതൽ ജയമാരംഭിക്കും. And that is where victory starts. അപ്പോൾ മുതൽ ജയമാരംഭിക്കും. That's where the triumph നിന്റെ starts. ഹൃദയത്തിലെ ധ്യാനം, കർത്താവിനെ കുറിച്ചുള്ള ധ്യാനം പോലെ Let the meditation of your heart, നിന്റെ വായിലെ വാക്കുകളും and let that be the same words of your mouth. അതൊന്നായി തീർന്നാൽ, And if they have been united, അതൊന്നായി if തീർന്നാൽ they have been same, ഇന്ന് പകൽ നീ ഒരു അത്ഭുതമായി you will മാറും. turn into a miracle. നീ അത്ഭുതമായി മാറും. You will turn into a wonder. 141 സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നു. 141 സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം. യഹോവേ, എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി, എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി, എന്റെ അധരദ്വാരം കാക്കണമേ. എന്റെ അധരദ്വാരം കർത്താവെ നീ കാക്കണം. Set a guard, Psalms 141 verse 3, set a guard before my mouth and keep watch at the door of my lips. എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി. There needs to be some guard over സഭ my mouth. ജനം ഇന്ന് പകൽ പ്രാർത്ഥിക്കണം. You will have to pray this way as a church. എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി.
My mouth needs to be guarded. മറ്റുള്ളവരുടെ കാര്യം കേൾക്കുവാൻ അറിയുവാനുള്ള ആഗ്രഹം, Maybe you're just excited about, curious and knowing about others. മറ്റുള്ളവരെ കുറിച്ച് പറയുവാനുള്ള താല്പര്യം, And you also have lots of interest in talking about others. മറ്റുള്ളവരുടെ മക്കളെ കുറിച്ച് പറഞ്ഞ് പരുത്തുവാനുള്ള ആഗ്രഹം. And you might be interested in gossiping about others. നിന്റെ വായ്ക്കൊരു കാവൽ, But you need a guard for your mouth. നിന്റെ വായ്ക്കൊരു കാവൽ നിർത്തി You need to be having a guard over your mouth. നിന്റെ ആദരദ്വാരം And your door of your lips. അടയ്ക്കുവാൻ ഇന്ന് പകൽ യേശുവിന്റെ രക്തത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, You'll have to give it into God's blood. നിന്റെ നിന്റെ നാവ് മുഖാന്തരം വന്ന എല്ലാ ശാപങ്ങൾക്കകത്തു നിന്നും And all the curse that was brought by your mouth, യേശു കർത്താവ് ഇന്ന് പകൽ നിന്നെ പുറത്തു കൊണ്ടുവരും. God is going to set you free. നീ ഒരു അത്ഭുതമായി മാറും. You will turn into a miracle. നീ ഒരു അത്ഭുതമായി മാറും. You will turn into a wonder. ഹെക്സിബയായും ബ്യൂളയായും നീ മാറണമെങ്കിൽ, If you want to turn yourself into ശൂന്യതകൾ മാറി പോകണമെങ്കിൽ, if you want all your situations തകർച്ചകൾ to change, ഇല്ലാതായി പോകണമെങ്കിൽ, distractions to be നാവ് changed, നിമിത്തം കയറി വന്ന ദുഃഖങ്ങൾ ഇല്ലാതായി പോകണമെങ്കിൽ, all the sorrows which was brought by നാവ് your നിമിത്തം tongue, കയറി വന്ന അശുദ്ധാത്മാക്കൾ ദുർഭൂത ശക്തികൾ ഇല്ലാതായി പോകണമെങ്കിൽ, destroy all the unclean ഇന്ന് spirits. പകൽ വായി തുറന്ന് പ്രാർത്ഥിക്കുക. You have to open your mouth and pray. എന്റെ വായ്ക്കൊരു കാവൽ നിർത്തണമേ. I need someone to safeguard my ദൈവമേ, mouth. എന്റെ വായ്ക്കൊരു കാവൽ നിർത്തണമേ. I need someone to stand as a guard over my mouth. അങ്ങനെ ഒരു കാവൽ വന്നു കഴിഞ്ഞാൽ And if there is someone who protects my mouth, എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടും. and all the curses of the families, എത്രയോ വ്യക്തികൾ പുറത്തു വരും. and maybe lots of people may come out. ആ ലെവലിൽ പരിശുദ്ധാത്മാവിന് നിങ്ങൾ പണിതെടുക്കുവാനുണ്ട്. Holy Spirit wants to build you up in that way. ദൈവിക വിശുദ്ധീകരണം നിങ്ങളുടെ മേൽ തരുവാനുണ്ട്. He's wanting to sanctify you.